بسم الله الرحمن الرحيم كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥയ്ക്കുശേഷം അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവങ്കലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യും. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. പുറമെ 7 ആകാശങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചവനും അവൻ തന്നെയാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസ്സല്ലി വഉസ്സല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ الذي خلق فسوى والذي قدر فهدى. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ അല്ലാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ഇവിടെ ദൈവം സത്യമോ മിഥ്യയോ എന്ന മർമ്മപ്രസക്തമായ വിഷയത്തെക്കുറിച്ചുള്ള സ്നേഹ സംവാദത്തിന് തുടക്കം കുറിക്കുകയാണ്. വളരെ ഗൗരവമുള്ള ഈ വിഷയത്തെ തുറന്ന മനസ്സുമായി നോക്കിക്കാണണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിന് വ്യക്തമായ തെളിവുകൾ നിരത്തുകയും ചെയ്യുന്ന ദൈവവിശ്വാസികൾ ഒരു ഭാഗത്ത്, അതേസമയം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയും ദൈവം തന്ന നാവും ദൈവം തന്ന കണ്ണും ദൈവം തന്ന അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ച് അതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ച് സ്രഷ്ടാവിനെ നിഷേധിക്കുന്ന സ്രഷ്ടാവിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ദൈവ നിഷേധികളും സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാല സാഹചര്യത്തിൽ ദൈവം സത്യമോ മിഥ്യയോ എന്നുള്ള ഈ വിഷയത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കേൾക്കാനും മനസ്സിലാക്കാനും വിലയിരുത്തുവാനും സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ജന്മം കൊള്ളുന്ന സംശയങ്ങൾ തുറന്ന് ചോദിക്കുവാനും സംവദിക്കുവാനും ഇത്തരത്തിലുള്ള അവസരങ്ങളെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തണേ എന്നുകൂടെ ഉണർത്തുക. സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് സജീവ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ദൈവം. ദൈവത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത തലങ്ങളിൽ നിരന്തരമായ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്ന സമയം, ദൈവത്തെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നവർ നമുക്കിടയിലുണ്ട്.
അതേസമയം ദൈവം തന്നെ ഇല്ല എന്ന വാദമുഖങ്ങളും മുന്നോട്ട് വെക്കുന്നവരും നമുക്കിടയിലുണ്ട്. ദൈവം, പരലോകം ഇതെല്ലാം മിഥ്യയാണെന്നും ജനങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള ചൂഷണോപാധികൾ മാത്രമാണെന്നും മനുഷ്യർക്ക് മുന്നിൽ എന്നും പ്രശ്നമാണ് ഇവ എന്നും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കൊരിക്കലും ഇവ പരിഹാരമാകുന്നില്ല എന്നർത്ഥത്തിലുള്ള വാദങ്ങളും വിശദീകരണങ്ങളുമായി ഭൗതികവാദികളും യുക്തിവാദി ദാർശനികന്മാരും സജീവമായി കൊണ്ടിരിക്കുന്ന സമയം, ഇവിടെ ലോക ചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ഏർപ്പാടല്ല ദൈവത്തെ ചോദ്യം ചെയ്യുക എന്നതും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുക എന്നതുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക ചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ ചരിത്രത്തിൻ്റെ ഏടുകൾ മറിക്കുമ്പോൾ, അണിഞ്ഞ വസ്ത്രങ്ങൾ പോലും കീറി വലിച്ചെറിഞ്ഞ് നഗ്നരായി യൂറോപ്പിൻ്റെ തെരുവീതികളിലൂടെ ചില താത്വികാചാര്യന്മാർ അലഞ്ഞു നടന്നിരുന്നു. അവരുടെ നാവിൻ തുമ്പുകളിലൂടെ അന്ന് ലോകം കേട്ട പ്രഖ്യാപനവും മുദ്രാവാക്യവും, ഞങ്ങളെ നയിക്കാൻ ഒരു ശക്തിയുണ്ടെങ്കിൽ ആ ശക്തിക്ക് ദൈവം എന്നാണ് പേരെങ്കിൽ ആ ശക്തിയെ ഞങ്ങളിതാ കൊന്നിരിക്കുന്നു, ഗോഡ് ഈസ് ഡെഡ്, ദൈവം മരിച്ചിരിക്കുന്നു എന്നുള്ള കൊലവിളിയുമായി മുറവിളിയുമായി യൂറോപ്പിൻ്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഭ്രാന്തന്മാരെ പോലെ ഇത്തരത്തിലുള്ള താത്വികാചാര്യന്മാർ ലോക ചരിത്രത്തിൽ അലഞ്ഞു നടന്നിരുന്നു. അവരുടെ ഈ ചിന്തകളും ആശയങ്ങളും ഇന്നിൻ്റെ മനസ്സുകളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. റഷ്യൻ ചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ സമത്വസുന്ദരമായ സ്വർഗലോകം പടക്കാൻ റഷ്യയിൽ തങ്ങൾക്ക് അവസരം ലഭിച്ചാൽ ആദ്യമായി ഞങ്ങൾ ചെയ്യുക ദൈവത്തെ കൊല്ലുക എന്ന മഹത്തരമായ കാര്യമായിരിക്കും. ദൈവം ഞങ്ങളെ പേടിച്ച് അത്യുന്നതമായ സ്വർഗലോകത്തിൽ കയറി അഭയം തേടിയാൽ ആ അത്യുന്നതമായ സ്വർഗലോകത്തേക്ക് കടന്നു ചെന്ന് എന്നേക്കുമായി ഞങ്ങൾ ദൈവത്തെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു റഷ്യയിലെ ഭൗതിക ദർശനത്തിന്റെ വക്താക്കളായി നമുക്ക് വായിക്കാൻ കഴിയുന്ന ചില പ്രമുഖരുടെ പ്രതികരണങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ചാൾസ് ഡാർവിനെ പോലെയുള്ള പരിണാമവാദത്തിന്റെ താത്വികാചാര്യന്മാരായി ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട ആളുകളുടെ വാദങ്ങളും വിശദീകരണങ്ങളും ലോകത്തുള്ള എല്ലാ ജന്തു ജീവവർഗങ്ങളും പരിണാമത്തിന്റെ ഭാഗമാണ് എന്നും എന്തിനേറെ മനുഷ്യൻ പോലും തനി കാട്ടുകുരങ്ങിൽ നിന്ന് പരിണമിച്ചവനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ ജന്തുജീവവർഗങ്ങളും പരിണാമത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുടെ ഭാഗമെന്നോണം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ദൈവത്തിനെന്ത് പ്രസക്തി, ദൈവമെന്ന ഒന്ന് ഇല്ലേ ഇല്ല എന്ന പ്രഖ്യാപനങ്ങളും മുറവിളികളും ഉയർത്തുന്ന പരിണാമവാദത്തിന്റെ ചിന്തകൾ. അതേസമയം ലോകത്ത് ഒരു പ്രത്യേക സമയത്ത് ഒരുപാട് ആളുകളുടെ മനസ്സിനെയും ദിഷണകളെയും ശക്തമായി സ്വാധീനിച്ച കമ്മ്യൂണിസത്തെ പോലെയുള്ള ഭൗതിക ദർശനം അതിന്റെ അടിസ്ഥാന ആശയമായി ആദർശമായി വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ എല്ലാം ആത്മാവ് കാമ്പ് നേർക്ക് നേരെ പറഞ്ഞാൽ പച്ചയായ ദൈവ നിഷേധമാണ്, സ്രഷ്ടാവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യലും വെല്ലുവിളിക്കലുമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ സ്രഷ്ടാവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയും ദൈവമുണ്ട് എങ്കിൽ ആ ശക്തിയെ ഞങ്ങളിതാ കൊന്നിരിക്കുന്നു എന്നുള്ള കൊലവിളി നടത്തുകയും അതല്ല തങ്ങൾക്ക് റഷ്യയിൽ സമത്വസുന്ദരമായ സ്വർഗലോകം പടക്കാനുള്ള അവസരം ലഭിച്ചാൽ ആദ്യമായി ഞങ്ങൾ ചെയ്യുക ദൈവത്തെ കൊല്ലുക എന്ന പണിയായിരിക്കുമെന്നും ഇനി ദൈവം അത്യുന്നതമായ സ്വർഗലോകത്തിൽ കയറി അഭയം തേടിയാൽ അങ്ങോട്ട് വരെ കടന്നു ചെന്ന് ഞങ്ങൾ ദൈവത്തെ എന്നേക്കുമായി കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച ആളുകൾ. ഇങ്ങനെ വല്ലാത്ത വികൃത ചിന്തകളും വല്ലാത്ത രീതിയിലുള്ള ചിന്തകളും ആശയങ്ങളും ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയ ആളുകൾ. എന്തിനേറെ യുക്തിവാദികൾ ദൈവത്തെ, ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ ഒരു സാമൂഹ്യ തിന്മയായി നോക്കിക്കാണുകയും ഇത് പ്രശ്നമാണ് എന്നുള്ള ഒരർത്ഥത്തിൽ ദൈവമാണ് എല്ലാ അർത്ഥത്തിലുള്ള പ്രശ്നം എന്ന അർത്ഥത്തിലുള്ള ചിന്തകളും വീക്ഷണങ്ങളും ആശയങ്ങളും ആളുകളുടെ മനസ്സിലും മസ്തിഷ്കത്തിലും കുത്തിനിറക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവരെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ മഹാപ്രപഞ്ചത്തിൽ ഒരിക്കലും സൃഷ്ടി എന്ന ഒന്ന് നടന്നിട്ടില്ല. സൃഷ്ടി എന്ന ഒന്ന് നടക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ സ്രഷ്ടാവിന് പ്രസക്തിയില്ല, ഈ ലോകത്തിനൊരു സ്രഷ്ടാവില്ല, ഈ ലോകത്തിനൊരു നാഥനില്ല എന്ന് വരുത്തി തീർക്കുവാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം
അത് പരമാണു മുതൽ പരകോടി നക്ഷത്ര സമൂഹങ്ങൾ വരെയുള്ള ഓരോ സൃഷ്ടിവസ്തുക്കളെക്കുറിച്ചും പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും പഠിക്കുന്തോറും, അന്വേഷിക്കുന്തോറും, അറിയാൻ ശ്രമിക്കുന്തോറും ഈ മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന പരമ യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് സൃഷ്ടി നടന്നിട്ടുണ്ടോ എന്ന മർമ്മപ്രസക്തമായ ചിന്തക്ക് പ്രസക്തിയുണ്ട്. ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ടോ എന്ന ഏറെ ശ്രദ്ധേയമായ ചിന്തക്ക് പ്രസക്തിയുണ്ട്. ദൈവമുണ്ടോ, സ്രഷ്ടാവുണ്ടോ എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായ മറുപടി നൽകുന്നു, വസ്തുനിഷ്ഠമായി. ഈ മഹാപ്രപഞ്ചത്തിൽ സൃഷ്ടി നടന്നിട്ടുണ്ടോ എന്നുള്ള മർമ്മപ്രസക്തമായ ചോദ്യത്തിനും ചിന്തക്കും വിശുദ്ധ ഖുർആൻ വസ്തുനിഷ്ഠമായ വിശദീകരണങ്ങളും മറുപടികൾ നൽകുന്നു. ആ രംഗത്ത് വിശുദ്ധ ഖുർആന്റെ ഏറെ ശ്രദ്ധേയമായ വരികളാണ് എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത്. വിശുദ്ധ ഖുർആനിലെ 87-ാം അധ്യായം സൂറത്തുൽ അഅല, അത്യുന്നതൻ എന്ന വിശുദ്ധ ഖുർആന്റെ അധ്യായത്തിലെ 1 മുതൽ 3 വരെയുള്ള വരികളിലൂടെ അള്ളാഹു പറഞ്ഞു, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർഅ. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്രഷ്ടാവിനെ അത്യുന്നതനായ നാഥനായി പരിചയപ്പെടുത്തുകയും അവനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന വരികളാണ് അൽ അഅല എന്ന അധ്യായത്തിന്റെ തുടക്കത്തിലുള്ള വരികളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച, സംവിധാനിച്ച, വ്യവസ്ഥകൾ നിർണയിച്ച് കൃത്യമായ മാർഗവും മാർഗദർശനവും നൽകിക്കൊണ്ടിരിക്കുന്ന അത്യുന്നതനായ നാഥനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് സംസാരിക്കുന്നത്. മാത്രമല്ല, ശാസ്ത്ര വസ്തുതകളും ഈ രംഗത്തുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം നമ്മെ കൊണ്ടെത്തിക്കുന്നതും ഈ മഹാപ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന പരമ യാഥാർത്ഥ്യത്തിലേക്കാണ് ശാസ്ത്രലോകത്തിന്റെ പഠനങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രപഞ്ച വികാസം എന്ന 1929 എഡ്വിൻ പി ഹബിൾ എന്ന ജ്യോതിശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ആശയങ്ങൾ, ഈ മഹാപ്രപഞ്ചം വികസിക്കുന്നു എന്ന ചിന്തകൾ, അതിന്റെ ഭാഗമെന്നോണം എഡ്വേർഡ് ലേ മാത്രെ മുന്നോട്ട് വച്ച ചിന്തകളും ആശയങ്ങളും ലോകത്തെ ഏറെ ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അഥവാ ഈ മഹാപ്രപഞ്ചം ആദിയിൽ ഒരു കോസ്മിക് എഗ്ഗായിരുന്നു എന്നും ഒരു ആദിമ പിണ്ഡമായിരുന്നു എന്നും പെട്ടെന്നൊരു നിമിഷത്തിലുള്ള മഹാവിസ്ഫോടനത്തിലൂടെ, ശക്തമായ പൊട്ടിത്തെറിയിലൂടെയാണ് ഇക്കാണുന്ന സംവിധാനങ്ങളെല്ലാം, ഇക്കാണുന്ന പ്രപഞ്ചത്തിന്റെ ഘടനകളെല്ലാം ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അർത്ഥതലത്തിൽ എത്തി നിൽക്കുന്ന ശാസ്ത്രരംഗത്തെ പഠനങ്ങളും അന്വേഷണങ്ങളും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഈ രംഗത്ത് കൃത്യമായ പഠനങ്ങൾ നടത്തുന്ന ബുദ്ധിജീവികളുടെ അടക്കം പ്രതികരണമായി ചില ആളുകൾ മുന്നോട്ട് വെച്ച ചിന്തകൾ, ഈ മഹാപ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നും 1000 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹാപ്രപഞ്ചം ഉണ്ടായി എന്ന അർത്ഥത്തിലുള്ള ചിന്തകളും വീക്ഷണങ്ങളും ചില ബുദ്ധിജീവികൾ ലോകത്തിന് മുന്നിൽ പകർന്നു നൽകുമ്പോൾ, ഈ മഹാപ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നൊരു പച്ചയായ സത്യത്തിലേക്കാണ്, ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ശാസ്ത്രലോകത്തെ കണ്ടെത്തലുകളും പഠനങ്ങളും അന്വേഷണങ്ങളും നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ചുരുക്കത്തിൽ ഈ മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന പരമ യാഥാർത്ഥ്യത്തിലേക്കാണ് ശാസ്ത്രലോകത്തെ ഗവേഷണങ്ങളും പഠനങ്ങളും എല്ലാം തന്നെ നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആൻ മനുഷ്യ മനസ്സുകളോട്, മനുഷ്യ ദിഷണകളോട് ചിന്തിക്കുവാനും പഠിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു. അതെ, വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം ആല ഇംറാനിന്റെ 190, 191 വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക്, ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശലോകങ്ങളെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, താരസമൂഹങ്ങളെക്കുറിച്ച് എന്ന് തുടങ്ങി പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കാനും അറിയാനും അന്വേഷിക്കാനുമുള്ള മനസ്സോടുകൂടെ തുറന്ന പഠന മനന ഗവേഷണ രംഗത്തേക്ക് കാലെടുത്തു വെക്കുന്ന ഏതൊരാൾക്കും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തെക്കുറിച്ച് കൃത്യമായ പഠന മനന ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകളുടെ പ്രതികരണമായി വിശുദ്ധ ഖുർആൻ അടിവരയിട്ടത് റബ്ബന മാ ഖലഖത ഹാദാ ബാതില, ഞങ്ങളുടെ നാഥ ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. ജ്വലിക്കുന്ന സൂര്യനെ,
പ്രഭചൊരിയുന്ന ചന്ദ്രനെ, മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളെ ഒന്നുമൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധന്. ഫഖിന അദാബന്നാർ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എന്ന വിനയാന്വിതമായ പ്രതികരണമായിരിക്കണം വിവേകമതിയുടേത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. 3-ാം അധ്യായം ആല ഇമ്രാനിന്റെ 190, 191 വചനങ്ങളിലൂടെ. ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിലൊരു നാഥനുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ച വസ്തുതകളെ കുറിച്ചും പ്രപഞ്ച യാഥാർത്ഥ്യത്തെക്കുറിച്ചും ഈ ലോകത്തുള്ള ഏതൊരു സൃഷ്ടിവർഗത്തെക്കുറിച്ചും ഗൗരവമായി പഠിക്കാനും അറിയാനും അന്വേഷിക്കാനും ശ്രമിക്കണമെന്നും ആ പഠനവും അന്വേഷണവും ഈ മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന പച്ചയായ സത്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നും അതിന് ഉതകുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇവയെല്ലാം എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ ശ്രദ്ധേയമായ ആയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തെ അറിയാനും പഠിക്കാനും അന്വേഷിക്കാനും നാം ഓരോ ചുവടുവെപ്പുകളും മുന്നോട്ട് വെക്കുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ അത്യത്ഭുതകരമായ ഘടനയ്ക്ക് മുന്നിൽ, ഈ മഹാപ്രപഞ്ചത്തിന്റെ അത്യത്ഭുതകരമായ താളപ്പൊരുത്തത്തിന്റെ പിന്നിൽ, ഈ മഹാപ്രപഞ്ചത്തിന്റെ അതിസങ്കീർണമായ സംവിധാനങ്ങൾക്ക് പിന്നിൽ ഒരു മഹാശക്തി ഉണ്ട് എന്ന പരമയാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായി തീരും നാം ഏവരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറിഞ്ഞിടത്തോളം 12,500 കോടിയോളം ഗാലക്സികൾ, അതിലൊരു ഗാലക്സിയാണ് മിൽക്കി വേ. ഈ മിൽക്കി വേയിൽ തന്നെ 40,000 കോടിയിലധികം വരുന്ന നക്ഷത്ര കൂട്ടങ്ങൾ. അതിലൊരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ആ സൂര്യന് ചുറ്റും കറങ്ങുന്ന 8-ൽ കുറയാത്ത ഗ്രഹങ്ങൾ. അതിലൊന്നു മാത്രമാണ് ഭൂമി. ആ ഭൂമിയിലാകട്ടെ പരകോടി ജന്തു ജീവവർഗങ്ങളുണ്ട്. അതിലൊരു വർഗം മാത്രമാണ് മനുഷ്യവർഗം. ആ മനുഷ്യവർഗത്തിന്റെ തന്നെ 700 കോടിയിലധികം നിൽക്കുന്ന ലോക ജനസംഖ്യയിലെ ഈ കൊടുങ്ങല്ലൂർ പ്രദേശത്തിൽ ഈ ടൗൺ ഹാളിൽ ഒരുമിച്ച് കൂടിയവരാണ് നാം ഓരോരുത്തരും. ഇത്രമാത്രം നിസ്സാരന്മാരാണ് ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാനവും നമ്മുടെ അവസ്ഥയും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്യത്ഭുതകരമായ ഈ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാനും അറിയാനും അന്വേഷിക്കാനും ശ്രമിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ നിഷേധിച്ച് തള്ളാനാവുക? കേവലം യാദൃശ്ചികമായി ഈ സംവിധാനത്തെയും ഈ താളപ്പൊരുത്തത്തെയും എങ്ങനെയാണ് നമുക്ക് പുച്ഛിച്ച് തള്ളാനാവുക? നാം വസിക്കുന്ന ഭൂമിയെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ചിന്തിക്കുന്ന നമുക്ക് എങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ ഈ ഭൂമിയുടെ നാഥനെ, അവന്റെ അത്യത്ഭുതകരമായ സൃഷ്ടി സംവിധാനത്തെ ചോദ്യം ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? ഭൂമിയുടെ ആകാരവും അതിൻ്റെ ചരിവും അതിൻ്റെ അന്തരീക്ഷ പാളികളും മണ്ഡലങ്ങളും സംവിധാനങ്ങളും എല്ലാം അത്യത്ഭുതകരമാണ് എന്നുള്ള പരമമായ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഭൂമിയുടെ ഈ ചരിവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു ഈ ചരിവ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഭൂമിക്ക് ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷിത പാളിയായി ഓസോൺ പാളിയുടെ സംവിധാനങ്ങൾ. അതില്ലായിരുന്നുവെങ്കിൽ നേർക്ക് നേരെ ജ്വലിക്കുന്ന സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളേറ്റ് നമ്മളെല്ലാം കരിഞ്ഞ് ചാമ്പലായി പോകുമായിരുന്നു. ജീവന്റെ തുടിപ്പ് പോലും അവശേഷിക്കാതെ ചാമ്പലാകുന്നൊരവസ്ഥ. പക്ഷേ ഭൂമിയെ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമായ ഒരു സംരക്ഷണ വലയമായി അല്ലെങ്കിൽ ഒരു സംരക്ഷണ പാളിയായി ഓസോൺ പാളിയുടെ സംവിധാനങ്ങൾ. അതേപോലെ തന്നെ ഭൂമിയിലെ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നൈട്രജന്റെയും ഓക്സിജന്റെയും സാന്നിധ്യങ്ങൾ. ഇവിടെ അതിൻ്റെ ഘടനയിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ കൃത്യമായ സംവിധാനങ്ങൾക്കനുസരിച്ച് അവ മുന്നോട്ട് പോകുമ്പോൾ ഈ നൈട്രജന്റെയും ഓക്സിജന്റെയും അളവുകളിൽ എന്തെങ്കിലും കാര്യമായ വ്യതിയാനങ്ങളും തകരാറുകളും ഉണ്ടാകുന്ന പക്ഷം വല്ലാത്ത അപകടങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകുമായിരുന്നു. അത്യത്ഭുതകരമാണ് ഈ പറയുന്ന ഭൂമിയിലെ ഓരോ സംവിധാനങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഉതകുന്ന തരത്തിലുള്ള ശക്തമായി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അത്യത്ഭുതകരമായ രീതിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സംവിധാനിക്കപ്പെട്ടിട്ടുള്ള അമ്പരചുംബികളായ പർവ്വതങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഭൂമിയിലെ ജലമാകട്ടെ, സമുദ്രമാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, അന്തരീക്ഷ പാളികളാകട്ടെ, അന്തരീക്ഷ മണ്ഡലങ്ങളാകട്ടെ, ഓസോൺ പാളിയാകട്ടെ, എല്ലാം ഈ മഹാപ്രപഞ്ചത്തിന്, ഈ സൃഷ്ടിപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന പച്ചയായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഭൂമിയെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കത്തിജ്വലിക്കുന്ന സൂര്യനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വയം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം ഭൂമിയിൽ നിന്ന് 14 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യന്റെ സ്ഥാനം. ഒരൽപ്പം സൂര്യൻ ഭൂമിയിലേക്ക് അടുത്താൽ കത്തിച്ചാമ്പലാകുമായിരുന്നു നമ്മൾ. ഒരൽപ്പം ഭൂമിയിൽ നിന്ന് സൂര്യൻ ഒന്ന് അകന്നു പോയാൽ തണുത്തുറച്ചു പോകുമായിരുന്നു നമ്മൾ.
ഇങ്ങനെ അടുക്കാതെ അകന്നു പോകാതെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ ഭൂമി അതിൻ്റെതായ ഭ്രമണ പദങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ, സൂര്യൻ അതിൻ്റെതായ സംവിധാനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ, ഈ അത്യത്ഭുതകരമായ സംവിധാനങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി അന്വേഷിക്കുന്ന പഠിക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം കേവലം യാദൃശ്ചികം എന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുക? മറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരു മനുഷ്യന്റെ ബുദ്ധിജീവിയുടെ മനസ്സിന്റെ അകത്തളത്തുനിന്നുള്ള പ്രതികരണം റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ, ഞങ്ങളുടെ നാഥ ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. എത്ര കൃത്യമാണ് ഇവയുടെ സംവിധാനങ്ങൾ, എത്ര അത്ഭുതകരമാണ് ഇവയുടെ സംവിധാനങ്ങൾ. അതുകൊണ്ട് നീ എത്ര 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 പരിശുദ്ധനാണ്, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ എന്ന പ്രതികരണമാവേണ്ടതുണ്ട് വിവേകമതിയുടേത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ ആയത്തിന്റെ ആത്മാവിനെ തൊട്ടറിയാനുള്ള സന്മനസ് നമുക്കുണ്ടാകേണ്ടതുണ്ട് സഹോദരങ്ങളെ. ചുരുക്കത്തിൽ ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും നക്ഷത്ര ലോകങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുമ്പോൾ ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്ന പച്ചയായ സത്യത്തിലേക്കാണ് ഈ സൃഷ്ടി സംവിധാനങ്ങളെല്ലാം നമുക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ജന്തുജീവ വർഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പക്ഷം ഒരിക്കലും നിഷേധിക്കാനാവില്ല ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അത്യത്ഭുതകരമാണ് ഒട്ടകത്തിന്റെ സൃഷ്ടിഘടന. മരുഭൂമിയുടെ കപ്പൽ എന്ന് നമ്മൾ പഠിച്ച മരുഭൂമിയുടെ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ ഉതകുന്ന തലത്തിൽ അതിൻ്റെ ആന്തരിക അവയവങ്ങളെയും അതിൻ്റെ ചർമ്മത്തെയും അതിൻ്റെ കുളമ്പുകളെ എല്ലാം തന്നെ സംവിധാനിച്ച സൃഷ്ടി മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ. മണൽക്കാറ്റിൽ നിന്നുള്ള ശക്തമായ മണൽക്കാറ്റിന് രക്ഷപ്പെടാൻ ഉതകുന്ന തലത്തിൽ അതിൻ്റെ കണ്ണിൽ പ്രത്യേകമായ പാടകളും ആസ്വാധാരങ്ങളിൽ പ്രത്യേകമായ പാളികളും സംവിധാനിച്ച് അതിൻ്റെ ശരീരത്തിൽ വിയർപ്പ് നഷ്ടം സംഭവിച്ച് ജലനഷ്ടം സംഭവിച്ച് അതിൻ്റെ ജീവന് അപകടം സംഭവിക്കാത്ത തലത്തിലുള്ള അതിൻ്റെ ആന്തരിക അവയവങ്ങളുടെ സംവിധാനങ്ങളുമെല്ലാം മഹാത്ഭുതമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന പച്ചയായ സത്യത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്നുള്ള വസ്തുതയിലേക്ക് ആളുകളുടെ മനസ്സുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പരിണാമ ചിന്തകളും വികലമായ വാദങ്ങളും ആശയങ്ങളും ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ആ രംഗത്തുള്ള മാസ്റ്റർ ബ്രെയിനുകൾ പോലും ഒട്ടകത്തെ കാണുമ്പോൾ അവരുടെ മനസ്സൊന്ന് പടക്കും. ഇന്നും പരിണാമവാദികൾക്ക് മുന്നിൽ ശക്തമായൊരു പേടി സ്വപ്നം തന്നെയാണ്, ശക്തമായ ചോദ്യചിഹ്നം തന്നെയാണ് ഒട്ടകമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിണാമവാദത്തിന്റെ താത്വികാചാര്യനായ ഈ പറയുന്ന ഡാർവിൻ പോലും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വരെ ഒട്ടകത്തിന്റെ പരിണാമദശയെക്കുറിച്ച് വസ്തുനിഷ്ഠമായൊരു വിശദീകരണമോ നിർവചനമോ നൽകാതെയാണ് അദ്ദേഹം ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 2012 ഇന്നത്തെ ദിവസം ജീവിക്കുന്ന ലോകത്ത് ഒരു പരിണാമവാദിക്കും ഇപ്പറയുന്ന ഒട്ടകത്തിന്റെ പരിണാമദശയെക്കുറിച്ചുള്ള കൃത്യമായ പൂർണ്ണമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പച്ചയായ സത്യത്തെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുതെയല്ല വിശുദ്ധ ഖുർആൻ ഒട്ടകത്തിലേക്ക് വിരൽ ചൂണ്ടിയത്. ഖുർആൻ 88-ാം അധ്യായം ഗാശിയയിലെ 17-ാമത്തെ വചനത്തിലൂടെ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അവർ ഒട്ടകത്തെക്കുറിച്ച് പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. മരുഭൂമിയിൽ ജീവിക്കാൻ ഉതകുന്ന തലത്തിൽ അതിൻ്റെ എല്ലാ ഘടനകളെയും അത്യത്ഭുതകരമായി വാർത്തെടുത്ത സംവിധാനിച്ചെടുത്ത ഈ മഹാപ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട് എന്നുള്ള പച്ചയായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഒട്ടകത്തിന്റെ സൃഷ്ടിഘടന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മരുഭൂമിയിലെ കപ്പലായ ഒട്ടകവും സാക്ഷ്യം വഹിക്കുന്നു ഈ മഹാപ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട് എന്ന്. എന്തിനേറെ നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്യത്ഭുതകരമായ സംവിധാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും ഈ മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന പച്ചയായ സത്യത്തിലേക്കാണ് നമുക്ക് ചെന്നെത്താനാവുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഖുർആനിലെ 95-ാം അധ്യായം സൂറത്ത് 3-ലെ 4-ാമത്തെ വചനത്തിലൂടെ ഏറ്റവും നല്ല ഘടനയോടുകൂടെയാണ് മനുഷ്യനെ നാം സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ വരികൾ. നമ്മുടെ ശരീരത്തിൽ അതേ കോടാനുകോടി സെല്ലുകളുണ്ട്, കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെല്ലാം കേവലം യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ദൈവനിഷേധികൾ, മതനിഷേധികൾ, സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമെന്നോണം എല്ലാം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് തട്ടിവിടുന്ന ആളുകൾ. അത്യത്ഭുതകരമാണ് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ സംവിധാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ ശാസ്ത്രലോകം പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയായി വർത്തിക്കുന്നു കോശത്തിന്റെ എല്ലാ ഘടകങ്ങളും എന്ന്. അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ആളുകളെ മാത്രം കടത്തിവിടുന്ന പാറാവുകാരുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ, കോശത്തിനു വേണ്ടിയുള്ള ഊർജം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ജനറേറ്റർ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ അതിനെ ശുദ്ധീകരിക്കുകയും അതിനെ ക്ലീൻ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ, ഇങ്ങനെ അത്ഭുത
അത്ഭുതകരമാണ് മനുഷ്യന്റെ ഓരോ കോശത്തിന്റെയും ഘടനയും അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ സംവിധാനങ്ങളും എന്ന് പറയുമ്പോൾ ഇപ്പറയുന്ന കോശങ്ങളെല്ലാം കേവലം യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് പറയാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? ഒരു കോശം പോയിട്ട് ആ കോശത്തിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് അനേകം പ്രോട്ടീൻ തന്മാത്രകളെല്ലാം ഇതുപോലെ യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? മാത്രമല്ല ഈ പറയുന്ന പ്രോട്ടീൻ തന്മാത്രകൾ പോയിട്ട് അതിലുള്ള അനേകം അമിനോ ആസിഡുകളെല്ലാം കേവലം യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് കേവലം ഒരു ഒഴുക്കൻ മട്ടിൽ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തള്ളിവിടാനാവുക? ഒരിക്കലും നിഷേധിക്കാനാവില്ല. ഈ അമിനോ ആസിഡുകളുടെ സംവിധാനങ്ങൾ, പ്രോട്ടീൻ തന്മാത്രകളുടെ സംവിധാനങ്ങൾ, മനുഷ്യ ശരീരത്തിലെ അത്യത്ഭുതകരമായ കോശങ്ങളുടെ ഘടനയും അവയുടെ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും, ഇവക്ക് പിന്നിലെല്ലാം ഒരു മഹാശക്തിയുടെ കൃത്യമായ ഇടപെടലുണ്ട് എന്നുള്ള പച്ചയായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നും മനുഷ്യന്റെ കണ്ണ് എന്നുള്ള അതിസങ്കീർണമായ ഈ സംവിധാനത്തിന്റെ മുന്നിൽ പരിണാമവാദികൾ ഞെട്ടിത്തരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള വസ്തുത കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് വഹിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ മഹാത്ഭുതം തന്നെയാണ് നമ്മുടെ തലച്ചോറ്. അതേ, കാലിന്റെ ചെറുവിരൽ തുമ്പിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ ഉടൻ തന്നെ ഈ വിവരങ്ങൾ നമ്മുടെ തലച്ചോറുകളിലേക്ക് എത്തുകയും കൃത്യമായി സെറിബ്രത്തിന്റെയും സെറിബല്ലത്തിന്റെയും ഇടപെടലിലൂടെ മനുഷ്യന്റെ മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസുകൾക്ക് ഇവ സന്ദേശം നൽകുകയും ആ ഹൈപ്പോതലാമസ് മനുഷ്യന്റെ മസിലുകൾക്ക്, പേശികൾക്ക് കൃത്യമായ സന്ദേശങ്ങൾ നൽകുകയും ഉടൻ തന്നെ നമ്മുടെ വിരലുകൾ ചലിക്കുകയും കാലിന്റെ ചെറുവിരൽ തുമ്പിലുള്ള ഉറുമ്പിനെ ഞൊടിയിടകൾ കൊണ്ട് തട്ടിയിടുമ്പോൾ ഇതെല്ലാം സെക്കൻഡുകൾക്കകം നടക്കുമ്പോൾ അത്യത്ഭുതകരമാണ് മനുഷ്യ ശരീരത്തിലെ ഈ സംവിധാനങ്ങൾ എന്ന് വസ്തുനിഷ്ഠമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ കണ്ണാകട്ടെ, മനുഷ്യന്റെ കർണപുടങ്ങളാകട്ടെ, മനുഷ്യന്റെ നാവിലുള്ള ഉമിനീരുകളുടെ സംവിധാനങ്ങളാകട്ടെ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാകട്ടെ, മനുഷ്യ ശരീരത്തിലെ ആന്തരാവയവങ്ങളുടെ അത്യത്ഭുതകരമായ സംവിധാനങ്ങളാകട്ടെ, മനുഷ്യ ശരീരത്തിലെ മഹാത്ഭുതമായ മനുഷ്യന്റെ തലച്ചോറാകട്ടെ, എല്ലാം വ്യക്തമാക്കുന്നു ഇവക്ക് പിന്നിലെല്ലാം ഒരു സ്രഷ്ടാവിന്റെ കൃത്യമായ ഇടപെടലുണ്ട്, ഒരു ശക്തിയുടെ കൃത്യമായ ഇടപെടലുണ്ട് എന്ന് ഒരിക്കലും നിഷേധിക്കാനാവാത്ത ഒരു പരമയാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ, എന്തിനേറെ മനുഷ്യൻ ശ്രവിക്കുന്ന ബീജഗണ കുറിച്ചടക്കം പഠിക്കാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുവാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. മനുഷ്യന്റെ കണ്ണിനെ കുറിച്ച്, മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കാനും ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ അറിയുവാനുമുള്ള വിശുദ്ധ ഖുർആന്റെ ശക്തമായ നിർദ്ദേശങ്ങൾ, സാരോപദേശങ്ങൾ. അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തിനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ തയ്യാറാകുന്ന, സ്വന്തം ശരീരത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരാൾക്കും നിഷേധിക്കാനാവില്ല ഈ മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന സത്യത്തെ. തൻ്റെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുന്ന, അത് ഒട്ടകമാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, അതേപോലെ തന്നെ കടലാകട്ടെ, കരയാകട്ടെ, അന്തരീക്ഷ പാളികളാകട്ടെ, ഇവിടെയുള്ള ഓസോൺ പാളികളുടെ സംവിധാനങ്ങളാകട്ടെ, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും തൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് വളരെ ഗൗരവത്തോടെ പഠിക്കുന്ന, അന്വേഷിക്കുന്ന, ഗവേഷണങ്ങൾ നടത്തുന്ന ഒരു ബുദ്ധിജീവിക്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ല ഈ മഹാപ്രപഞ്ചത്തിന്റെ പിന്നിലൊരു ശക്തിയുണ്ട് എന്ന പരമയാഥാർത്ഥ്യത്തെ. ദൈവം സത്യമാണ്, സത്യമാണ്, സത്യമാണ് എന്നുള്ള പച്ചയായ സത്യത്തിലേക്ക് ശക്തമായ സൂചനകൾ നൽകുകയാണ് ലോകത്തെ സകല സൃഷ്ടി വസ്തുതകളും എന്നുള്ള ഗൗരവമായ വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ലോകത്തുള്ള ഏതൊരു സൃഷ്ടി സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും ഈ മഹാപ്രപഞ്ചത്തിന് നാഥനുണ്ട് എന്ന വസ്തുതയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിന് നാഥൻ ഏകനാണ് എന്നുള്ള പച്ചയായ സത്യം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ മഹാപ്രപഞ്ചത്തിൽ അടിസ്ഥാനപരമായി 4 ബലങ്ങളുണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷൻ, അതേപോലെ തന്നെ ഇലക്ട്രോ ന്യൂക്ലിയർ ഫോഴ്സ് 2, 3 സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, 4 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 അടിസ്ഥാന ബലങ്ങൾക്ക് പിന്നിലുള്ള ഒരു ശക്തിയെ കണ്ടെത്തുന്നതിലേക്കാണ്, അല്ലെങ്കിൽ അടിസ്ഥാന 4 ബലങ്ങൾക്ക് പിന്നിലുള്ള ഒരു അടിസ്ഥാന ശക്തിയിലേക്കാണ് ഇന്നത്തെ ശാസ്ത്രലോകത്തെ പഠനങ്ങളും പ്രബന്ധങ്ങളും നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മഹാപ്രപഞ്ചത്തിന്റെ പിന്നിലെല്ലാം ഒരു മഹാശക്തിയുണ്ട് എന്നുള്ള പച്ചയായ സത്യത്തിലേക്കാണ് ഇന്ന് ശാസ്ത്രലോകത്തെ പഠനങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ച്, ഏകനായ അദ്വിതീയനായ നാഥനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 112 അധ്യായം ഇഖ്ലാസിന്റെ 1 മുതൽ 4 കൂടിയ വരികളിലൂടെ പഠിപ്പിക്കുന്നു, പരിചയപ്പെടുത്തുന്നു. ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പ്രവാചകരെ താങ്കൾ പറയുക, കാര്യം അല്ലാഹു ഏകനാണ്.
അല്ല എന്ന് പറയുമ്പോൾ കേവലം മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരല്ല അത്, അറബികളുടെ പ്രത്യേക ഗോത്രദൈവത്തിന്റെ പേരുമല്ല അത്. മറിച്ച് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ, അധിപതിയെ അറബി ഭാഷയിൽ പരിചയപ്പെടുത്താവുന്ന ഏറ്റവും ഉന്നതമായ നാമമാണ് അല്ലാഹ്. അവൻ ഏകനാണ്, അദ്വിതീയനാണ്. അല്ലാഹു സമദ്, അവൻ ഏവർക്കും ആശ്രയം നൽകുന്നവനാണ്. ലം യലിദ് വലം യൂലദ്, അവന് സന്തതികളില്ല, അവൻ ആരുടെയും സന്തതിയുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് വളരെ കൃത്യമായി നിഷ്കളങ്കത അൽ ഇഖ്ലാസ് എന്ന അധ്യായത്തിലൂടെ ആർക്കും മനസ്സിലാകാവുന്ന തലത്തിൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ, ഏകനും അദ്വിതീയനുമായ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആനിലെ അൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിന്റെ 1 മുതൽ 4 കൂടിയ വരികൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനങ്ങളെല്ലാം ഈ ലോകത്തിനൊരു ദൈവമുണ്ട്, ഒരു സ്രഷ്ടാവുണ്ട്, ഒരു ശക്തിയുണ്ട്, സ്രഷ്ടാവ് സത്യമാണ്, ദൈവം എന്നതൊരു പരമയാഥാർത്ഥ്യമാണ് എന്നുള്ള വസ്തുതയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുമ്പോൾ ലോകത്തുള്ള ജന്തുജീവ വർഗങ്ങൾക്കിടയിലുള്ള മാർഗദർശനത്തെക്കുറിച്ചും അവയുടെ കൂടുനിർമ്മാണത്തെക്കുറിച്ചും അവയുടെ ഇരതേടലിനെ കുറിച്ചും അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും പഠനങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ കൃത്യമായ മാർഗദർശനമാണ് അവക്ക് പിന്നിലെല്ലാം എന്ന് നമുക്ക് സുതരാൻ ബോധ്യപ്പെടും. പ്രത്യേകിച്ച് തേനീച്ചയുടെ കൂട് നിർമ്മാണവും അവയുടെ തേൻ ശേഖരിക്കുന്നവരുടെ തേൻ ഇന്ന ഭാഗത്തുണ്ട് എന്ന വിവരം തൻ്റെ കൂട്ടാളികൾക്ക് പരിചയപ്പെടുത്തുന്ന അവയുടെ പ്രത്യേകമായ വാഗിൾ ഡാൻസുകളെല്ലാം അത്യത്ഭുതകരമായ മാർഗദർശനം അവക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിന്റെ തേനീച്ച എന്ന അധ്യായത്തിന്റെ 68-69 വരികളിലൂടെ പഠിപ്പിക്കുന്നു. وَأَوْحَى رَبُّكَ إِلَى النَّحْلِ أَنِ اتَّخِذِي مِنَ الْجِبَالِ بُيُوتًا وَمِنَ الشَّجَرِ وَمِمَّا يَعْرِشُونَ ثُمَّ كُلِي فَاسْلُكِي سُبُلَ رَبِّكَ ذُلُلًا എന്ന് തുടങ്ങിയ ശ്രദ്ധേയമായ വരികൾ. അഥവാ തേനീച്ചക്ക് നാം ബോധനം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ സംസാരം, അഥവാ തേനീച്ചക്ക് കൂട് നിർമ്മിക്കുവാനുള്ള കൃത്യമായ മാർഗദർശനവും ബോധനവും നാം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ പടുത്തുയർത്തുന്ന ഭവനങ്ങളിലും അതേപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിലും അതേപോലെ മരങ്ങളിലും. അതെ, ആ തേനീച്ചക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുടെ ഭാഗമെന്നോണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുമ്മ കുലി ഫസ്ലുക്കി ഇത്തഖദി എന്നുള്ള പ്രയോഗങ്ങൾ കൂട് നിർമ്മിക്കണമെന്നുള്ള കൽപ്പന പെൺതേനീച്ചയോടുള്ള കൽപ്പനയായി, തേൻ ശേഖരിക്കുവാനുള്ള കൽപ്പന പെൺതേനീച്ചയോടുള്ള കൽപ്പനയായി കൊണ്ടുള്ള വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ ആ രംഗത്ത് തേനീച്ചയെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്ക് മുന്നിൽ, അതിൻ്റെ അത്യത്ഭുതകരമായ അവക്ക് നൽകപ്പെട്ട മാർഗദർശനങ്ങൾക്ക് മുന്നിൽ തരിച്ചു നിൽക്കുകയാണ് ഇന്നത്തെ ശാസ്ത്രലോകം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ തേനീച്ചന്റെ കൂട് ഷഡ്ഭുജാകൃതിയിലാണ് തേനീച്ച തന്റെ കൂട് നിർമ്മിക്കുക. ശക്തവും ഭദ്രവുമാണ് അവയുടെ ആ സംവിധാനങ്ങൾ. അതെ, എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ പണിയെടുത്താൽ പോലും ഇത്ര കൃത്യതയോടെ ഇത്ര സൂക്ഷ്മതയോടുകൂടെ ഈ രീതിയിൽ ഒരു കൂട് വാർത്തെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തെ ഞെട്ടിപ്പിക്കുകയാണ് ഇത്തിരി പോന്ന തേനീച്ചയുടെ സംവിധാനങ്ങളും അതിന്റെ കൂട് നിർമ്മാണവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രദേശത്ത് തേനുണ്ട് എന്ന വിവരം അറിഞ്ഞ് അവിടെ നിന്ന് തേൻ ശേഖരിച്ച് തൻ്റെ കൂട്ടിന്റെ മുന്നിൽ വന്ന് തൻ്റെ കൂട്ടുകാരികളായ വർക്കേഴ്സുകളായ തേനീച്ചക്കൂട്ടിലെ വർക്കേഴ്സുകളായ പെൺതേനീച്ചകൾക്ക് മുന്നിൽ ഒരു തരം പ്രത്യേകമായ ഡാൻസ് കളിക്കുകയാണ് തേനീച്ച. ആ ഡാൻസിന്റെ ആ കളി അനുസരിച്ചാണ് ഏതു ഭാഗത്ത് ഇന്ന സ്ഥലത്ത് ഏത് സ്ഥലത്താണ് പൂക്കളുള്ളത് എന്ന വിവരം തൻ്റെ കൂട്ടുകാരികളായ പെൺതേനീച്ചകൾക്ക് ഈ തേനീച്ച തൻ്റെ നൃത്തത്തിലൂടെയാണ് വിവരം നൽകുന്നത് എന്നുള്ള വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സ്ഥലത്തേക്ക് തന്നെ ഈ പറയുന്ന വർക്കേഴ്സുകളെല്ലാം ടീമായി കടന്നു ചെല്ലുകയും അവിടെ നിന്ന് തേൻ ശേഖരിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ, തേനീച്ചയുടെ കൂട് നിർമ്മാണവും അതിൻ്റെ തേൻ ശേഖരവും, തേൻ ഇന്ന ഭാഗത്തുണ്ട് ഇന്ന പ്രദേശത്തെ പൂക്കളിലുണ്ട് എന്നുള്ള അതിൻ്റെ ആശയ വിനിമയവും എല്ലാം തന്നെ ശാസ്ത്രലോകം ഈ അത്ഭുതകരമായ മാർഗദർശനങ്ങൾക്ക് മുന്നിൽ തരിച്ചു നിൽക്കുകയാണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിലേക്കും അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്കും ദേശാന്തര ഗമനം നടത്തുന്ന ആർട്ടിക് ടേണുകളുടെ ഈ ദേശാന്തര ഗമനങ്ങൾ 18,000-ഓളം കിലോമീറ്ററിലധികം താണ്ടുന്നുണ്ട് ഇവയുടെ യാത്ര എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിലേക്ക് ഈ പക്ഷികൾ പറന്നുപോയി അവിടെ മുട്ടയിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി തിരിച്ചു പറക്കുമ്പോൾ അതെ, ഈ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇവക്ക് മുന്നിൽ, ഈ തള്ളപ്പക്ഷിക്ക് മുന്നിൽ പറക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തങ്ങളുടെ രക്ഷിതാക്കൾ ഏതൊരു പ്രദേശത്തെ ഏതൊരു മരത്തിലെ ഏതൊരു
കൊമ്പിലെ ഏതൊരു കൂട്ടിൽ നിന്നാണോ യാത്ര പുറപ്പെട്ടത്, അതേ പ്രദേശത്തെ അതേ മരത്തിലെ അതേ കൊമ്പിലെ അതേ കൂട്ടിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്ന ആർട്ടിക് ടേണുകൾ, ഈ യാത്രയിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അവ താണ്ടുമ്പോൾ, 18,000-ഓളം കിലോമീറ്ററുകൾ അവ താണ്ടുമ്പോൾ, ഇവക്ക് കൃത്യമായി ഈ രംഗത്ത് മാർഗവും മാർഗദർശനവും നൽകുന്നവൻ ആരാണ്? ഇതെല്ലാം കേവലം യാദൃശ്ചികമായി അതൊക്കെ അങ്ങനെ എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവാൻ ആർക്കും കഴിയും. പക്ഷേ വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ചിന്തിക്കുന്ന ഒരാൾക്കും ഈ അത്ഭുതകരമായ ഈ മാർഗദർശനത്തെ കേവലം നിസ്സാരവൽക്കരിക്കാനാവില്ല. വസ്തുനിഷ്ഠമായി ഗൗരവമായി നമുക്ക് ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് സാൽമൺ മത്സ്യങ്ങളുടെ യാത്രകൾ. ശുദ്ധ നദീ തടാകങ്ങളിൽ നിന്ന് പസഫിക്കിലേക്ക് യാത്ര ചെയ്തെത്തുന്ന സാൽമൺ മത്സ്യങ്ങൾ തിരിച്ച് അതേ പ്രദേശങ്ങളിലേക്ക് തന്നെ ശുദ്ധ നദീ തടാകങ്ങളിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നതിനിടയിൽ 32,000-ഓളം കിലോമീറ്ററുകളാണ് കടലിന്റെ ആഴിയിലൂടെ ഈ പറയുന്ന വെള്ളത്തിലൂടെ ശുദ്ധനദീ തടാകങ്ങളിൽ എത്തുവാൻ വേണ്ടി ഇവ യാത്ര ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറെക്കുറെ 4 വർഷത്തോളം എടുക്കും ഇവരുടെ യാത്ര. അഥവാ കൃത്യമായി കടലിന്റെ ആഴിയിൽ പോലും ഈ മത്സ്യങ്ങൾക്ക് കൃത്യമായ വഴിയും മാർഗവും മാർഗദർശനവും നൽകിക്കൊണ്ടിരിക്കുന്നവൻ ആരാണ് എന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനേറെ കങ്കാരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്ന തള്ളക്കങ്കാരും, അതെ, തൻ്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് തൻ്റെ ചോര പൈതൽ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ജനനേന്ദ്രിയം മുതൽ തൻ്റെ പുറന്തോട്ടിലുള്ള തോൽസഞ്ചി വരെ നാവുകൊണ്ട് പ്രത്യേകമായി വടിച്ചെടുത്ത് ഈ ഇത്തിരി കുഞ്ഞന് തൻ്റെ പുറം സഞ്ചിയിലേക്ക് കയറുവാനുള്ള വഴിമാർഗം ഒരുക്കി വെക്കുന്ന തള്ളക്കങ്കാരു തൻ്റെ കുഞ്ഞിന് ചോര പൈതലിന് ജന്മം നൽകുമ്പോൾ 1.5-2 സെന്റിമീറ്റർ മാത്രമേ ഈ കുഞ്ഞിന് വലിപ്പുണ്ടാവുള്ളൂ. കുഞ്ഞൻ കൈകളും കുഞ്ഞൻ കണ്ണുകളുമായിട്ടുള്ള ഒരു ചോര കഷ്ണം എന്ന് തന്നെ പറയാം. ഈ ജനനേന്ദ്രിയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈ കുഞ്ഞൻ കങ്കാരു കുഞ്ഞ് തൻ്റെ മാതാവ് തൻ്റെ പുറം സഞ്ചിയിലേക്ക് നാവുകൊണ്ട് വടിച്ചു വെച്ച വഴിയിലൂടെ അള്ളിപ്പിടിച്ച് കയറി വരികയും എന്നിട്ട് പുറസഞ്ചിയിലേക്ക് കാലെടുത്തു വെക്കുകയും എന്നിട്ട് തൻ്റെ മാതാവിൻ്റെ അമ്മിഞ്ഞയുടെ മുലക്കണ്ണെടുത്ത് വായിലിടേണ്ട താമസം അത് വീർത്ത് ടൈറ്റാവുകയും പിന്നെ എത്ര ഉയർന്ന രീതിയിൽ കങ്കാരു ചാടിയാലും തൻ്റെ ഈ സഞ്ചിയിൽ നിന്ന് ഒരിക്കലും ഈ കുഞ്ഞ് തെറിച്ചു പോവാതെ അവിടെ തന്നെ സുരക്ഷിതമാണ്, ഭദ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അത്യത്ഭുതകരമായ മാർഗദർശനം ഇവക്ക് നൽകിയവൻ ആരാണ്? ഇങ്ങനെ ലോകത്തെ ഏതൊരു പക്ഷികളിലേക്കും ഏതൊരു ജന്തുജീവ വർഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അവക്ക് ലഭിക്കുന്ന അവയുടെ കൂട് നിർമ്മാണമാകട്ടെ, അവയുടെ നിലനിൽപ്പാകട്ടെ, അവയുടെ ഇരതേടൽ പ്രക്രിയയാകട്ടെ, അങ്ങനെ ഏതിനെ കുറിച്ചും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ധരിച്ചു നിൽക്കാനേ നമുക്ക് കഴിയൂ. അത്ഭുതം കൊണ്ട് അത്ഭുതത്താൽ ധരിച്ചു നിൽക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്ഭുതത്തോടെ നിൽക്കുന്ന വളരെ ഗൗരവമായി ഈ വിഷയത്തെ മനസ്സിലാക്കുന്ന ആളുകളുടെ ഹൃദയത്തിന്റെ അകത്തളത്തുന്നുള്ള പ്രതികരണമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, റബ്ബന മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ. ഞങ്ങളുടെ നാഥ, ഇതൊന്നും ഈ മഹാപ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ് നാഥ. സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ വാഴ്ത്തുകയും അവന്റെ നാമത്തെ പ്രകീർത്തിക്കുകയും അവന്റെ മുന്നിൽ വിനയാന്വിതനായി ഈ ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ എന്ന പ്രതികരണമാകേണ്ടതുണ്ട് ഒരു വിവേകമതിയുടേത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തെ ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളും ജന്തുവർഗങ്ങളിലുള്ള മാർഗദർശനവുമെല്ലാം വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സത്യം, ദൈവമുണ്ട്, ദൈവം സത്യമാണ്, ഒരിക്കലും മിഥ്യയല്ല എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ മഹാസ്രഷ്ടാവിനെ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ ഏകനാണെന്ന് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആന്റെ വരികൾ, ഇഖ്ലാസ് 1 മുതൽ 4 കൂടിയ വരികൾ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം ബഖറയിലെ 162-ാമത്തെ വചനത്തിലൂടെ വഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ആരാധ്യൻ ഏകനായ സട്ടാവ് മാത്രമാണ്, അവൻ പരമകാരുണ്യകനും കരുണാവാരുതിയുമാണ് എന്ന് പരിചയപ്പെടുത്തുന്ന സട്ടാവ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ കാരുണ്യവാനായി, പരമകാരുണ്യവാനായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. സട്ടാവിന്റെ വിശാലമായ കരുണ ഓരോ നിമിഷവും അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് സട്ടാവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാനാവുക? ഒന്ന് സംസാരിക്കണമെങ്കിൽ
സാധാരണ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരന്റെ വായിൽ 1/2 ലിറ്റർ മുതൽ 1 ലിറ്റർ വരെ ഓരോ ദിവസവും ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? നമുക്ക് ഉപ്പും മധുരവും കയ്പും പുളിയും മധുരവും ചവർപ്പും അറിയാൻ കഴിയുമോ? രുചി അറിയാൻ കഴിയുമോ? ഈ അത്ഭുതകരമായ സംവിധാനമുള്ളത് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു. മധുരത്തിന്റെ മധുരം അറിയാൻ, കയ്പിന്റെ കയ്പറിയാൻ, ഇതെല്ലാം നമുക്ക് കഴിയുന്നത് ഈ ഉമിനീർ എന്നുള്ള അത്യത്ഭുതകരമായ സംവിധാനം കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ നിമിഷവും ഈ വല്ലാത്ത കാരുണ്യത്തിന്റെ സ്പർശം അനുഭവിക്കുന്ന നമുക്ക് കാരുണ്യവാനായ സ്രഷ്ടാവിനെ എങ്ങനെയാണ് മിഥ്യയെന്ന് എഴുതി തള്ളാനാവുക? എങ്ങനെയാണ് കാരുണ്യവാനായ സ്രഷ്ടാവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാനാവുക? നമുക്കൊന്ന് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തി ഒന്ന് നിൽക്കണമെങ്കിൽ ഈ കർണപുടങ്ങൾ കൂടിയേ തീരൂ. കർണപുടങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, ചെവി ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് നിൽക്കാൻ പോലും നമുക്ക് കഴിയില്ല. സ്വന്തം ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ കഴിയാതെ അടിതെറ്റി വീഴും നമ്മൾ. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനാവാതെ, ഒന്ന് നടക്കാനാവാതെ, ഒന്ന് ഓടാനാവാതെ, ഒന്ന് നിൽക്കാൻ പോലും കഴിയാതെ വീണു പോകുമായിരുന്നു നമ്മൾ. അത്യത്ഭുതകരമായി നമ്മെ ഒന്ന് നേരെ നിർത്തുവാൻ, നമ്മെ നടക്കാനും ഓടാനും എല്ലാം സഹായിക്കുന്ന അത്യത്ഭുതകരമായ ഒരു പ്രത്യേകമായ സംവിധാനമാണ്. നമ്മൾ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് സഹായകമാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് നമ്മുടെ കർണപുടങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മെ നേരെ നിർത്താൻ, നമുക്ക് കാര്യങ്ങൾ കേൾക്കുവാനുള്ള അത്യത്ഭുതകരമായ കർണപുടങ്ങൾ നമുക്ക് നൽകിയ കാരുണ്യവാനായ സ്രഷ്ടാവിനെ എങ്ങനെയാണ് നമുക്ക് നിഷേധിച്ചു തള്ളാനാവുക? അവന്റെ അസ്തിത്വത്തെ എങ്ങനെയാണ് നമുക്ക് വെല്ലുവിളിക്കാനാവുക? സഹോദരങ്ങളെ, ഇങ്ങനെ ശരീരത്തിലെ സ്വന്തം വിരലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ, അതിന്റെ ഘടനയെ കുറിച്ച് പഠിക്കുമ്പോൾ, വിയർപ്പ് ഗണങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മുടെ ആന്തരാവയവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഹൃദയത്തിന്റെ അത്യത്ഭുതകരമായ സംവിധാനത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരിക്കലും ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ, ദൈവം എന്ന സത്യത്തെ നിഷേധിച്ച് തള്ളാനാവില്ല നമുക്ക്. അതുകൊണ്ട് ആ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ അറിയുക, സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ മനസ്സിലാക്കുക, അവനെ മാത്രം ആരാധിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. 2-ാം അധ്യായം ബഖറ 21-ാമത്തെ വചനത്തിലൂടെ യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. ഏറെ ശ്രദ്ധേയമായ വിശുദ്ധ ഖുർആന്റെ വരികൾ. ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഖുർആൻ പ്രത്യേക വർഗത്തെയോ വിഭാഗത്തെയോ സമൂഹത്തെയോ അഭിസംബോധന ചെയ്യാതെ മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നത്, ജനങ്ങളെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ മാത്രം, നിങ്ങളുടെ ദൈവത്തെ മാത്രം, നിങ്ങളുടെ പടച്ച റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് പഠിപ്പിക്കുന്ന ഖുർആന്റെ വരികൾ നിങ്ങൾക്ക് വേണ്ടി. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ, ഉപരിലോകത്തെ നിങ്ങൾക്കായി സംവിധാനിച്ച, ഭൂമിയെ നിങ്ങൾക്കായി വിരിപ്പാക്കി തന്ന, ഉപരിലോകത്ത് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന, അതുവഴി സസ്യവർഗങ്ങളെ ഫലവർഗങ്ങളെ നിങ്ങൾക്കായി മുളപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. അറിഞ്ഞുകൊണ്ട് സൃഷ്ടാവിന്റെ ഏകത്വത്തിലും അദ്വിതീയതയിലും നിങ്ങൾ പങ്കുകാരെ ചേർക്കരുത്, സമന്മാരെ സ്വീകരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ശക്തമായ നിർദ്ദേശങ്ങൾ, സാരോപദേശങ്ങൾ. ആ സാരോപദേശങ്ങളുടെ ആത്മാവിനെ തൊട്ടറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ ഏകനാണെന്നും ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും അവനെ മാത്രം ആരാധിക്കുക എന്ന സത്യത്തിലേക്ക് തിരിഞ്ഞു വരണമെന്നാണ്. ആ സൃഷ്ടാവിന്റെ മാർഗദർശനം കൂടിയേ തീരൂ മനുഷ്യന് മനുഷ്യനായി ജീവിക്കണമെങ്കിൽ. മനുഷ്യന് മനുഷ്യാസ്തിത്വത്തിന്റെ അത്യുജ്വലമായ ഭാവതലങ്ങളിലേക്ക് കാലെടുത്തു വെക്കണമെങ്കിൽ ദൈവം തമ്പുരാന്റെ ഈ മഹാപ്രപഞ്ചത്തിന് നാഥന്റെ മാർഗദർശനം അനിവാര്യമാണ്. കേവലം ചില ബുദ്ധിജീവികളുടെ, കേവലം ചില യുക്തിവാദികളുടെ, കേവലം ചില ഭൗതിക ദാർശനികന്മാരുടെ പിഴച്ച വികൃത വീക്ഷണങ്ങളിലേക്ക് നമ്മൾ കാലെടുത്തു വെച്ചാൽ തലയിൽ കൈവെക്കേണ്ട, അല്ലെങ്കിൽ സ്വന്തത്തെ ശപിക്കേണ്ട ഗതികേടിലേക്ക് തന്നെയായിരിക്കും നമ്മൾ പോവുക. ലോകം കണ്ട ഒരു ഭൗതിക ദർശനത്തിനും, അത് ഏതു ഭൗതിക തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഇസ്സങ്ങളാകട്ടെ, ഭൗതിക ദർശനങ്ങളാകട്ടെ, തത്വചിന്താ പ്രസ്ഥാനങ്ങളാകട്ടെ, ഒരിക്കലും ഒരു തലത്തിലും മാനവരാശിക്ക് കൃത്യവും പൂർണ്ണവുമായ മാർഗദർശനം നൽകാൻ ലോകത്ത് ഒരു ഭൗതിക ദർശനത്തിനും കഴിയില്ല. ലോകത്ത് ഒരു ഭൗതിക ദർശനത്തിന്റെ വക്താക്കൾക്കും കഴിയില്ല. അവരുടെ സിദ്ധവൈഭവമുള്ള ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വന്ന വികൃത ചിന്തകൾക്കും
കഴിയില്ല ഒരിക്കലും മനുഷ്യനെ മനുഷ്യനാക്കാൻ, മനുഷ്യന് നേരായ ശരിയായ മാർഗവും മാർഗദർശനവും നൽകാൻ. അതുകൊണ്ട് സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ മാർഗദർശനത്തിലേക്ക് വരിക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേനീച്ചക്ക് കൂട് നിർമ്മിക്കുവാനുള്ള മാർഗദർശനം നൽകിയവനാരോ? തേനീച്ചക്ക് തേൻ ശേഖരിക്കുവാനുള്ള മാർഗദർശനം നൽകിയോ? ആർട്ടിക് ചേണുകൾക്ക് ദേശാന്തര ഗമനം നടത്തുവാനുള്ള മാർഗദർശനം നൽകിയവനാരോ? കങ്കാരുവിന്റെ കുഞ്ഞിന് കൃത്യമായി മുന്നോട്ട് പോവാനും തന്റെ മാതാവിന്റെ പുറം സഞ്ചിയിലേക്ക് കാലെടുത്തു വെക്കുവാനുമുള്ള മാർഗദർശനം നൽകിയവനാരോ? സാൽമൺ മത്സ്യങ്ങൾക്ക് കടലിന്റെ ആഴിയിലൂടെ 32,000-ലധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്യുവാനുള്ള മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ? ഈ ലോകത്തെ സകല വർഗങ്ങൾക്കും സൃഷ്ടിവർഗങ്ങൾക്കും കൃത്യമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ? ഇവയെല്ലാം അത്യുത്ഭുതകരമായി സംവിധാനിച്ചവനാരോ? അവന്റെ മാർഗദർശനം കൂടിയേ തീരൂ നമുക്ക് മനുഷ്യാസ്തിത്വത്തിന്റെ ഉജ്ജ്വലമായ ഭാവതലങ്ങളിലേക്ക് എത്താൻ. അതിനുവേണ്ടിയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് സൃഷ്ടാവിന്റെ മാർഗദർശനവുമായി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. ആ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാകട്ടെ മനുഷ്യന് കൃത്യമായ മാർഗദർശനം നൽകുന്നു സ്വന്തം ജീവിതത്തിലൂടെ. അദ്ദേഹത്തിലൂടെ ലോകം കേട്ട കണ്ട അറിഞ്ഞ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനും അതിന്റെ പ്രായോഗിക വിശദീകരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമാണ് മനുഷ്യനെ നേരായ ചൊവ്വായ വഴിയിലേക്ക് വഴി നടത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇതാ വിശുദ്ധ ഖുർആൻ ശരിയായ വഴിയിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം. ഇതാ വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന അത്യുന്നതമായ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം ഇതാ എന്ന്. ആ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സകല നന്മകളിലേക്കും വഴി നടത്തുന്ന മാർഗദർശനമാണ്. സകല തിന്മകളെക്കുറിച്ചും ശക്തമായ ബോധവൽക്കരണം നടത്തുന്ന ദൈവികമായ താക്കീതാണ്, മാർഗദർശനമാണ്. ആ ഖുർആൻ എങ്ങനെ പ്രായോഗികവൽക്കരിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു തരികയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ആ പ്രവാചകന്റെ അനുഭവമായ മാതൃകയിലേക്ക് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഖുർആനിലെ 33-ാം അധ്യായം അഹ്സാബിന്റെ 21-ാമത്തെ വചനം. നിങ്ങൾക്ക് അനുപമമായ മാതൃക പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമാണ് ആ രംഗത്ത് മാനവരാശിക്ക് ശരിയായ മാർഗവും മാർഗദർശനവും നൽകുക. സട്ടാവിന്റെ മാർഗത്തിൽ നിന്ന് മാർഗദർശനത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ സട്ടാവുണ്ട് എന്ന പരമയാഥാർത്ഥ്യത്തെ വെല്ലുവിളിച്ച് നിഷേധയുടെ തലങ്ങളിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോയാൽ അത് നമ്മുടെ സർവനാശത്തിന് കാരണമായി തീരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. 2-ാം അധ്യായം ബഖറ 39-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹുവിന്റെ ദിവ്യ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുന്നവനാരോ? വലദീന കഫറു വകദ്ദബു ബിആയാതിനാ, സകല സത്യങ്ങളെയും നിഷേധിച്ച് തള്ളുന്ന, സട്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കുന്ന, അല്ലാഹുവിന്റെ അത്യത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരാരോ? അവരെ സംബന്ധിച്ചിടത്തോളം ഉലൈക അസ്ഹാബുൻ നാർ, അവർ തന്നെയാണ് ജ്വലിക്കുന്ന നരകത്തിന്റെ ആളുകൾ. അവർ അത് തന്നെയാണ് എല്ലാ അർത്ഥത്തിലുള്ള നാശം, നഷ്ടമെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം ബഖറയിലെ 39-ാമത്തെ വചനങ്ങൾ. അതുകൊണ്ട് സട്ടാവുണ്ട് എന്ന പച്ചയായ സത്യത്തിലേക്ക് തിരിച്ചു വരിക. സട്ടാവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമെന്നോണം പല തരികടകളും പല വാദങ്ങളും പല വാദമുഖങ്ങളും ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്കിലും കാലചക്രത്തിന്റെ കറക്കമനുസരിച്ച് ശാസ്ത്രലോകത്തെ പുതിയ പുതിയ പഠനങ്ങൾ സട്ടാവുണ്ട് എന്ന സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. മനുഷ്യൻ കാട്ടുകുരങ്ങന്റെ പിൻഗാമിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച പരിണാമവാദികൾ വർഷങ്ങളേറെയായി കാലമേറെയായി നമ്മെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മുന്നോട്ട് വെച്ച കുരങ്ങൻ ആശയങ്ങൾ കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാട്ടുകുരങ്ങൻ കാട്ടിലൂടെ മരം ചാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സുപ്രഭാതത്തിൽ കാട്ടുകുരങ്ങന്റെ വാല് നഷ്ടപ്പെട്ടു. പിന്നെയും മരം ചാടിക്കൊണ്ടിരുന്ന കാട്ടുകുരങ്ങന്റെ നട്ടല് പെട്ടെന്നൊരു ദിവസം നിവർന്നു. പിന്നെയും ചാടിക്കൊണ്ടേയിരുന്ന കാട്ടുകുരങ്ങന്റെ തലയോട്ടിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി, രൂപമാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ മനുഷ്യൻ എന്ന ജന്തു ഉണ്ടായി എന്ന് പഠിപ്പിച്ച് നമ്മെ കുരങ്ങ് കളിപ്പിച്ച കുരങ്ങൻ ആശയങ്ങൾ മനുഷ്യനെയും ഈ പറയുന്ന ആൾക്കുരങ്ങന്റെയും ഇടയിൽ ഒരു ഇടക്കണ്ണിയെ പരിചയപ്പെടുത്തൽ അനിവാര്യമായി വന്നപ്പോ അൾട്ട്മാൻ എന്നൊരു സാധനത്തിന് പരിചയപ്പെടുത്തി. അഥവാ മനുഷ്യന്റെയും ആൾക്കുരങ്ങന്റെയും തലയോട്ടിയിലെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ച് വർഷങ്ങളായി അൾട്ട്മാൻ എന്നൊരു പേരും കൊടുത്ത് നമ്മളെ ശരിക്കും കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു ഈ പരിണാമവാദികൾ എന്നുള്ള പച്ചയായ സത്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഇത് തന്ത്രമായിരുന്നു എന്നും ഇത് ഒരു തരം കുരങ്ങൻ ആശയമായിരുന്നു എന്നും ഒരു കുരങ്ങ് കളിയായിരുന്നു നമ്മളെ കളിപ്പിച്ചത് എന്നും ലോകം തിരിച്ചറിയുമ്പോൾ ലോകത്തിനൊരു സട്ടാവുണ്ട്
ഉണ്ട് എന്ന സത്യത്തിലേക്ക് ജനകോടികളുടെ മനസ്സുകൾ മാറി ചിന്തിക്കുമ്പോൾ, അതെ, ഈ സമയത്ത് വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ, പരമകാരുണ്യകനായ റഹ്മാനും റഹീമുമായ അർഹമുർ റഹീമിനായ നാഥനെ പരിചയപ്പെടുത്തുവാനും അവന്റെ മാർഗത്തിലേക്ക് മാർഗദർശനത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കുവാനും വിശുദ്ധ ഖുർആനിലേക്കും അതിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ പ്രവാചക ജീവിതത്തിലേക്കും ജനമനസ്സുകളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇവിടെ സട്ടാവിന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് അത്യുന്നതമായ സ്വർഗലോകമുള്ളത്, ആത്യന്തികമായ മോക്ഷമുള്ളത്. ഇല്ല എങ്കിൽ ജ്വലിക്കുന്ന നരകശിക്ഷയായിരിക്കും ഫലം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണം എന്ന സത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ലോകത്തിന്റെ നാഥനെ അറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും അവന്റെ മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരികയും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. അത്തരത്തിലുള്ള ചിന്തക്കും അത്തരത്തിലുള്ള ഗൗരവമേറിയ പഠനങ്ങൾക്കും ഈ ചർച്ചയും ഈ സംവാദവും നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈവം സത്യമോ മിഥ്യയോ എന്ന മർമ്മപ്രസക്തമായ വിഷയം നിങ്ങളുടെ മനസ്സുകളിലേക്ക് സമർപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഞാൻ അവതരിപ്പിച്ച വിഷയങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം, വിമർശനങ്ങൾ ഉണ്ടാവാം, സംശയങ്ങൾ ഉണ്ടാവാം. അത്തരം സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചുകൊണ്ട് തുടർന്നുള്ള ചോദ്യോത്തര സെഷനെ ജീവസുറ്റതാക്കണമേ എന്ന് ഉണർത്തിക്കൊണ്ട് ദൈവം സത്യമോ മിഥ്യയോ എന്നുള്ള ഈ വിഷയത്തെ നിങ്ങളുടെ മനസ്സുകളിലേക്ക് സമർപ്പിക്കുകയാണ്. പഠിക്കണമേ, ചിന്തിക്കണമേ, അന്വേഷിക്കണമേ എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അക്ബർ സാഹിബ്, ആദ്യമായി എല്ലാ മതങ്ങളും വന്നിറങ്ങിയ ഈ കൊടുങ്ങല്ലൂരിലെ പുണ്യഭൂമിയിലേക്ക് താങ്കൾക്ക് എൻ്റെ സ്വാഗതം. എൻ്റെ പേര് സിദ്ദീഖ്. ദൈവം സത്യമോ മിഥ്യയോ എന്ന ചോദ്യത്തിന് ദൈവം സത്യമല്ല, മിഥ്യയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ പ്രവാചകന്മാരും നുണയന്മാരായിരുന്നു എന്നും വിശ്വസിക്കുന്നു. അതിന് ഞാനെൻ്റെ ചോദ്യത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിസ്മരിച്ചു പോയ ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 1922 കാലഘട്ടത്തിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന വക്കം മൗലവി ഇവിടെ കൊടുങ്ങല്ലൂരിൽ രൂപം കൊടുത്ത ഒരു സംഘത്തിൻ്റെ പിൻഗാമിയായി തുടർന്ന് വന്ന മുജാഹിദ് പ്രസ്ഥാനം സത്യം വിളിച്ചു പറയാനുള്ള അവകാശത്തിന് വേണ്ടി നിലകൊള്ളുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് സത്യം വിളിച്ചു പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. ആദ്യമായി യാദർച്ഛികമായി കടന്നു വന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ട തേനീച്ചയെക്കുറിച്ച് പറയുന്നു. വിശുദ്ധ ഖുർആനിൽ തേനീച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗത്തിൽ തേൻ പല നിറത്തിലുണ്ടെന്നും ആ തേൻ തേനീച്ചയുടെ ഉദരത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നതെന്നും പടച്ച തമ്പുരാൻ പറഞ്ഞതായി വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഈ ലോകത്തിലെ നഴ്സറി കുട്ടികൾക്ക് വരെ അറിയാവുന്നൊരു കാര്യമാണ് തേനീച്ച ശേഖരിക്കുന്നത് പൂപ്പൊടിയിൽ നിന്നും ഇപ്പോൾ പലചരക്ക് കടയിലെ ശർക്കരയും പഞ്ചസാര ചാക്കിൽ നിന്നും ഒക്കെയാണെന്നുള്ളത്. തേനീച്ചയുടെ വയറ്റിൽ നിന്നുമാണ് തേൻ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ദൈവം മിഥ്യയാണ്, അറിവില്ലാത്തവനാണ്, അല്പജ്ഞാനിയായ മനുഷ്യന്റെ കണ്ടെത്തൽ മാത്രമായിരുന്നു ഇത് എന്ന് വിശ്വസിക്കുന്നു. ഇതിന് മറുപടി പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സഹോദരി സഹോദരന്മാരെ, ദൈവം സത്യമോ മിഥ്യയോ എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ
എല്ലാ പ്രതിഭാസങ്ങളും സൃഷ്ടികർത്താവിൻ്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നും ആ സൃഷ്ടികർത്താവിനെ അറിയാൻ ശ്രമിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് എന്നും ഈ സൃഷ്ടാവിനെ അറിയുമ്പോൾ അവൻ്റെ മാർഗദർശനം അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുമെന്നും ആ മാർഗദർശന പ്രകാരമുള്ള ജീവിതം വഴിയാണ് മനുഷ്യർക്ക് ശാശ്വതമായ രക്ഷ കൈവരിക്കുവാൻ കഴിയുക എന്നുമുള്ള ആശയങ്ങളാണ് വളരെ സംക്ഷിപ്തമായി ഇവിടെ വിശദീകരണത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയകമായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദ വേദിയെ സമ്പന്നമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്ത് സിദ്ദീഖിൻ്റെ ചോദ്യം, എല്ലാ പ്രവാചകന്മാരും കള്ളന്മാരും കൊള്ളരുതാത്തവരും കള്ളം പറഞ്ഞവരുമാണ്. പരിശുദ്ധ ഖുർആനിൽ തേനീച്ചയെക്കുറിച്ച് പറയുന്നിടത്ത് തേനീച്ചയുടെ വയറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. തേനീച്ചയുടെ വയറ്റിൽ നിന്നല്ല, പൂവിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പൊട്ടത്തരങ്ങൾ പറയുന്ന ഗ്രന്ഥം, അത് എന്ന് പറയുന്ന ദൈവം, ഇതെല്ലാം മിഥ്യയാണ് എന്നാണ് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ സിദ്ദീഖ് സാഹിബ് അദ്ദേഹത്തിൻ്റെ മുൻധാരണകൾ, എന്തിനൊക്കെയുള്ള വിരോധം, ആ വിരോധങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പറയുമ്പോൾ വിഷയങ്ങൾ പഠിക്കുവാൻ സന്നദ്ധമാകണം എന്നാണ് വളരെ വിനീതമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. യഥാർത്ഥത്തിൽ തേൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? തേൻ തീർച്ചയായും പൂക്കളിലുള്ള ചില ഫലങ്ങളിലുള്ള അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഷഡ്പദങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദ്രാവകമാണ് നമ്മൾ നെക്ടാർ എന്ന ഇംഗ്ലീഷിൽ പറയുന്ന തേനിന്റെ പ്രാഥമികമായ തലം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന തേൻ ഇംഗ്ലീഷിൽ നെക്ടാർ എന്ന് പറയുന്ന, മലയാളത്തിലാവുമ്പോൾ നമുക്ക് തേൻ എന്ന് തന്നെയാണ് നേർക്കുനേരെ പറയാൻ കഴിയുള്ളൂ. എന്തിനും പൂവിൽ നിന്ന് ലഭിക്കുന്ന തേനല്ല. പൂവിൽ നിന്ന് ലഭിക്കുന്ന തേനിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായ ഔഷധ ഗുണങ്ങൾ എന്തെങ്കിലും ഉള്ളതായി കൃത്യമായി ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ തേനീച്ചയെ കുറിച്ചുള്ള സൂക്തത്തിലെ 68-69 വചനങ്ങളിൽ വഔഹാ റബ്ബുക ഇലൻ നഹ്ലി എന്ന് തുടങ്ങുന്ന വളരെ ദീർഘമായ വചനങ്ങളാണ് എൻ്റെ സിദ്ദീഖ് സാഹിബിന്റെ പരാമർശത്തിൽ പെട്ടിട്ടുള്ളത്. ഇവിടെ സിദ്ദീഖ് സാഹിബ് ശ്രദ്ധിക്കാത്തൊരു കാര്യം, അതേ തേനെ കുറിച്ച് ഉദരത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, ഷിഫ ഉണ്ട്, അതിൽ രോഗശമനമുണ്ട് എന്ന്. എന്താണ് ഇവിടെ രോഗശമനം നൽകുന്ന തേൻ? അത് നഴ്സറി ക്ലാസ്സിലൊന്നും പോണ്ട, അതിന് എവിടെയും പോണ്ട. ഏത് എന്തെങ്കിലും ഒരു അന്തമുള്ള ഒരു സാധാ മനുഷ്യനോട്, മലയാളിനോട് ചോദിച്ചാൽ മതി, എന്തുകൊണ്ടാണ് നമ്മൾ തേനീച്ച, ഇവിടെ പലരും തേന് കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട് അല്ലെ? തേനിങ്ങനെ വഴിവാണിപ്പക്കാരായി വിൽക്കുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട്. ആ വഴിവാണിപ്പക്കാരായി വിൽക്കുന്ന ആളുകൾ പോലും അവർ വിൽക്കുന്ന തേൻ ഒറിജിനലാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി കാണിക്കാറുണ്ട്. എന്താണ് ഈ ഒറിജിനൽ തേൻ? ഒറിജിനൽ തേൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തേനീച്ചയിൽ നിന്നുണ്ടാകുന്ന തേന. തേനീച്ചയിൽ നിന്നുണ്ടാകുന്ന തേനും
പിന്നെ പൂക്കളിൽ നിന്നും കായ്ക്കളിൽ നിന്നുണ്ടാകുന്ന തേനും തമ്മിലുള്ള വ്യത്യാസം സിദ്ദീഖ് സാഹിബ് മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ പൂക്കളിലുള്ള തേൻ ഇത് ശേഖരിച്ച ശേഷം ആ ശേഖരിച്ചിട്ട് ഒരു പാത്രത്തിൽ കൊണ്ട് ശേഖരിച്ചിട്ട് കൊണ്ടുവരല്ല സിദ്ദീഖ് സാഹിബ് വിചാരിച്ചതുപോലെ തേനീച്ചന്റെ പണി. തേനീച്ചന്റെ കയ്യിൽ പാത്രമൊന്നുമില്ല. തേനീച്ച എന്താ ചെയ്യുന്നത്? തേനീച്ച ആ തേൻ ശേഖരിക്കുന്നത് അതിന്റെ ആമാശയത്തിൽ തന്നെയാണ്. ആമാശയത്തിൽ ശേഖരിച്ചതിന് ശേഷം ആ തേൻ പിന്നെ തേനീച്ച പുറത്ത് വിടുകയാണ്, അല്ലെങ്കിൽ തേനീച്ച ഛർദ്ദിച്ചതാണ് നമ്മൾ ഉപയോഗിക്കുന്ന തേൻ എന്നർത്ഥം. ആ തേനാണ് ഔഷധ ഗുണമുള്ള തേൻ. സിദ്ദീഖ് സാഹിബ് നഴ്സറി ക്ലാസ് പോണതിന് മുമ്പ് ഏതെങ്കിലും ഒരു നാടൻ പിന്നെ വൈദ്യശാലയിൽ കയറി ചോദിച്ചാൽ ഈ കാര്യം മനസ്സിലാകുമായിരുന്നു. അദ്ദേഹം ഭയങ്കര ഒരു കാര്യമായിട്ട് ദൈവനിഷേധത്തിനുള്ളൊരു കാര്യമായി അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതൊന്ന് ചെയ്തു നോക്കാമായിരുന്നു എന്ന് എനിക്ക് വിനീതമായ അഭിപ്രായമാണ്. സത്യത്തിൽ അദ്ദേഹം ഇത് അവതരിപ്പിച്ചത് കേട്ടപ്പോൾ എനിക്ക് ദൈവനിഷേധികളുടെ ഒരു അന്തക്കുറവിനെ കുറിച്ചാണ് എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയത്. അന്തക്കുറവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ അവിടെ സിദ്ദീഖ് സാഹിബിനോടുള്ള സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, അദ്ദേഹം എവിടെ നിന്നോ കേട്ട ഒരു സംഗതി അത് പരിശുദ്ധ ഖുർആനിനെതിരെയുള്ള ഒരു ആയുധമാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയും ആ ആയുധം എടുത്തു കൊണ്ടുവന്ന് വളരെ അതോടനുബന്ധിച്ച് പ്രവാചകന്മാരെയും പുണ്യപുരുഷന്മാരെയും മഹാന്മാരെയും എല്ലാം കള്ളന്മാരും കൊള്ളരുതാത്തവരുമെല്ലാമായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇത് ഒന്ന് അന്വേഷിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ സന്നദ്ധമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു ഈ തേനിനെ കുറിച്ച് യാഥാർത്ഥ്യവും. അതിന് വളരെ വലിയ അഗാധമായ ജ്ഞാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്കും അറിയാവുന്നതാണ്, തേൻ കേവലം തേനീച്ച ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് ശേഖരിച്ച് നമുക്ക് തരുന്ന സാധനമല്ല, മറിച്ച് തേനീച്ച അത് രാമാശയത്തിൽ ശേഖരിക്കുകയും അത് പുറത്തേക്ക് ഛർദ്ദിക്കുകയും ചെയ്ത് അങ്ങനെ അതിൻ്റെ ശരീരത്തിലെ സ്രവങ്ങളും കൂടിക്കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ തേൻ ഔഷധ ഗുണമുള്ളതാകുന്നത്. പരിശുദ്ധ ഖുർആനാകട്ടെ പറയുന്നത് ഔഷധ ഗുണമുള്ള തേനിനെ കുറിച്ചാണ്. ഇത് അദ്ദേഹത്തിന് എവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. ദൈവ നിഷേധത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇതേപോലെയുള്ള അടിസ്ഥാനരഹിതമായ വാദങ്ങളിലാണ് അവർ പലപ്പോഴും അഭിരമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇതിനുത്തരം കിട്ടിയാൽ അടുത്ത പ്രശ്നം അവതരിപ്പിക്കുക എന്നല്ലാതെ ആ ഉത്തരത്തിലും ആ ഉത്തരത്തിൻ്റെ ആ വസ്തുതയിലും ആ വസ്തുതയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യത്തിലുമുള്ള വെളിച്ചം എന്താണ് എന്ന് അന്വേഷിക്കാൻ പലപ്പോഴും ഇത്തരം ആളുകൾ സന്നദ്ധമാകാറില്ല. അങ്ങനെ സന്നദ്ധമാകണമെന്നാണ് സിദ്ദീഖിനോട് എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. അക്ബർ സാഹിബ്, താങ്കൾ വളരെ സമർത്ഥമായി മറുപടി പറയുന്ന ഒരാളാണെന്നാണ് എൻ്റെ ധാരണ. ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ മതിലകം ഭാഗത്ത് ഉണ്ടായ ഒരു സംവാദത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അന്നും താങ്കൾ വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതായത് ഞാൻ ഈ വിധിവിലക്കുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത്, സിദ്ദീഖെ ഞാൻ വിധിവിലക്കുകൾ വായിച്ചിട്ടില്ല, സിദ്ദീഖിനോ എനിക്കോ ലോകത്തെ മുഴുവൻ കാര്യങ്ങളും അറിയാൻ കഴിയില്ല. ഞാൻ ഈ 38 വയസ്സ് കാലത്തിനിടയിൽ ഏകദേശം 4000-ഓളം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. താങ്കൾ എൻ്റെ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വളരെയധികം സങ്കടമാണ് തോന്നുന്നത്. കാരണം അക്ബർ സാഹിബിനെ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരം, എന്തുകൊണ്ട് ദൈവത്തിന് എന്തുകൊണ്ട് അത് കഴിഞ്ഞില്ല? പൂമ്പൊടിയിൽ നിന്നും പൂവിൽ നിന്നും തേനീച്ച തേൻ ശേഖരിച്ചു കൊണ്ടെന്ന് അതിൻ്റെ അടകളിൽ വെക്കുന്നു എന്ന് പറയാൻ ദൈവത്തിന് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ദൈവം പരാജയമല്ലേ? എന്തിനാ പിന്നെ വളഞ്ഞു പിടിക്കുന്നത്? തേനീച്ച അതിൻ്റെ വായിലോ കിളി അതിൻ്റെ വായിലോ കൊണ്ടെന്നുള്ളതല്ല, അതിൻ്റെ ആമാശയത്തിൽ നിന്ന് വരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ദൈവം പറയുന്നു, എന്നെ സൃഷ്ടിച്ച മണ്ടനായ ദൈവം. അതല്ലേ ശരി? ഒരു ഉപചോദ്യം ചോദിക്കാമെങ്കിൽ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ടതല്ല. ആത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ പല്ലിയെ തല്ലുമ്പോൾ വാൽ മുറിച്ചിടുകയും വാല് പിടയ്ക്കുകയും ശരീരഭാഗം ഓടിമറിയുകയും ചെയ്യുമ്പോൾ രണ്ടാത്മാവില്ലേ?
സിദ്ദീഖ് 4000 പുസ്തകം വായിച്ചിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ അപ്പോ കൂടുതൽ വായിക്കാതിരിക്കുന്നതാണോ നല്ലതെന്ന് അത്ഭുതപ്പെടുകയാണ് ഞാൻ. ഇത് നമ്മളൊരു വൈകാരികമായുള്ള പ്രകടനത്തിന് വേണ്ടിയുള്ളൊരു വേദിയല്ല. അതുകൊണ്ട് കയ്യടിയെല്ലാം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കാം. പ്രവാചകന്റെ വചനത്തിന് എതിരാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. പ്രവാചക വചനത്തിനെതിരെ എന്ന് പറഞ്ഞ പ്രവാചകൻ രക്തസാക്ഷിയുടെ രക്തത്തെക്കാൾ വിലയേൽപ്പിക്കുന്നു ഞാൻ എഴുത്തുകാരന്റെ മഷിക്ക് എന്ന് പറഞ്ഞ പ്രവാചകൻ ഇക്രാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഖുർആൻ വായിക്കുക, പാരായണം ചെയ്യപ്പെടുക എന്നർത്ഥം വരുന്ന ഖുർആൻ. സിദ്ദീഖ് ഇവിടെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആദ്യം പറഞ്ഞതിന് നേരെ എതിരാണ്. അഥവാ അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്താണ്? എല്ലാ പ്രവാചകന്മാരും കള്ളന്മാരും കൊള്ളരുതാത്തവരും കളവ് മാത്രം പറയുന്ന ആളുകളുമാണ്. ഇത്രയുമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലത് പറഞ്ഞിട്ടുണ്ടെന്ന് സമ്മതിക്കാൻ സിദ്ദീഖിന് കഴിഞ്ഞല്ലോ എന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പദത്തിന് തന്നെ എതിരാണ്. സത്യസന്ധമായി ഞാനിവിടെ അത്തരം ഈ രൂപത്തിലുള്ള ഇവിടെ CD ഉണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ അങ്ങനത്തെ ഈ രൂപത്തിലുള്ള ഒരു തർക്ക വിതർക്കങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സിദ്ദീഖ്, ഞാൻ പറഞ്ഞത് താങ്കളെ വലുതാക്കുവാനോ ചെറുതാക്കുവാനോ വേണ്ടിയല്ല. താങ്കളടക്കമുള്ള മുഴുവൻ മനുഷ്യരും ആത്മാർത്ഥമായി ചിന്തിക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുർആനിലെ ഈ വചനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വചനങ്ങളുടെ പരിഭാഷയെങ്കിലും വായിച്ചാൽ സിദ്ദീഖിന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഖുർആൻ സംസാരിക്കുന്നത് എന്ന്. ഖുർആൻ പറയുന്നത് തേനിനെ കുറിച്ചാണ്, തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന തേനിനെ കുറിച്ചാണ്. തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന തേൻ, ആ തേനിന്റെ അടിസ്ഥാന ഘടകമായി മാറുന്നത് തീർച്ചയായും പുഷ്പങ്ങളിലെ തേൻ തന്നെയാണ്. ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യം. പക്ഷേ പുഷ്പങ്ങളിലെ തേൻ അതേപോലെ ശേഖരിച്ച് ഒരു ബക്കറ്റിലാക്കി ഒരു പാത്രത്തിലാക്കി കൊണ്ടുവരുന്ന തരികയല്ല തേനീച്ച ചെയ്യുന്നത്. മറിച്ച് അത് അതിൻ്റെ ശരീരത്തിലേക്ക് ഈ തേൻ ശേഖരിക്കുകയും അതിൻ്റെ ശരീരസ്രവങ്ങളുമായി അത് കൂടിച്ചേരുകയും ആ ശരീരസ്രവങ്ങൾ അടക്കം കൂടിച്ചേർന്ന് ഇംഗ്ലീഷിൽ ഹണി എന്ന് വിളിക്കുന്ന ആ തേൻ എന്ന ദ്രാവകം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒരുപാട് ഔഷധങ്ങൾക്കുള്ള ഫലപ്രദമായ മരുന്നായ തേൻ എന്ന ദ്രാവകം പുറത്തു വരുന്നു. ഖുർആൻ പറഞ്ഞത് തേനീച്ചയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന തേൻ തന്നെയാണ്. ആ ഖുർആൻ പടച്ചോന്റെ അടുത്തുനിന്നുള്ളത് തന്നെയാണ് എന്നതിനുള്ള തെളിവാണത്. എന്തുകൊണ്ട്? പടച്ച തമ്പുരാൻ ഇവിടെ പറയുന്നത് കേവലം പുഷ്പങ്ങളിലുള്ള അല്ലെങ്കിൽ ഫലങ്ങളിലുള്ള തേനല്ല, നെക്ടാറല്ല, മറിച്ച് ഞാൻ വീണ്ടും സിദ്ദീഖ് സാഹിബിനോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഏതെങ്കിലും ഒരു നാട്ടുവൈദ്യനോട് പോയി ചോദിച്ചു നോക്കിയാൽ, ഒരു നാട്ടുവൈദ്യനോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നാട്ടുവൈദ്യൻ്റെ അടുത്തൊന്നും പോണ്ട, നമ്മൾക്ക് തന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ. തേന്, പുഷ്പത്തിലെ തേനാണ് നമ്മൾ തേൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. തേൻ എന്ന് പറഞ്ഞിട്ട് തേനും കൂട്ടിയിട്ട് ഒരു മരുന്ന് കുടിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും പൂ തെരഞ്ഞ് നമ്മൾ തേന് പിഴിയാൻ വേണ്ടി പോകാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആ തേനല്ല ഔഷധ ഗുണമുള്ള തേൻ എന്ന് എല്ലാവർക്കും അറിയാം. ഔഷധ ഗുണമുള്ള തേൻ തേനീച്ച സ്വന്തം ശരീരത്തിലേക്ക് ഇതിന്റെ തേൻ ശേഖരിക്കുകയും ഖുർആൻ അതും പറഞ്ഞു. തേൻ ശേഖരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ ശേഖരിക്കുകയും എന്നിട്ട് അതിന്റെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന തേനാണ്. അത് തന്നെയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. താങ്കൾക്ക് തേൻ എന്നുള്ളൊരു പദത്തിൽ നിന്ന് സംഭവിച്ച ഒരു അക്ഷരപ്പിശക് മാത്രമാണിത്. ആ അക്ഷരപ്പിശകിൽ പിടിച്ച് പരിശുദ്ധ ഖുർആനെയും പ്രവാചകനെയും പടച്ചതമ്പുരാനെയും എല്ലാം നിഷേധിക്കുക എന്നതിനപ്പുറത്ത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കാൻ സന്നദ്ധമാകണമെന്നാണ് അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ആത്മാവിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. യഥാർത്ഥത്തിൽ ആത്മാവ് എന്താണ് എന്ന
കൃത്യമായ ധാരണ പിശക് അവിടെയും നമ്മൾക്ക് കാണാൻ കഴിയും. ആത്മാവ് എന്നാൽ ജീവനാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആത്മാവ് എന്നാൽ ജീവനല്ല. ജീവൻ ഒരു ജീവശാസ്ത്ര പ്രതിഭാസമാണ്. ആത്മാവ് ഒരു അഭൗമിക പ്രതിഭാസമാണ്. രണ്ടും രണ്ടാണ്. ഒന്നൊരു കോശ പ്രതിഭാസമാണ്, ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സെൽഫ് ഫിനോമിനൻ എന്ന് പറയാം. അഥവാ ഏകകോശത്തിൽ മുതൽ പ്രത്യക്ഷീഭവിക്കുന്ന ഒരു പ്രതിഭാസം. ഒരു കോശമുള്ള ജീവിയിൽ മുതൽക്ക് ഏത് കോശത്തിലും പ്രത്യക്ഷീഭവിക്കുന്ന പ്രതിഭാസം. നമ്മുടെ അവയവങ്ങളിലെല്ലാം തന്നെ പ്രത്യക്ഷീഭവിക്കുന്ന പ്രതിഭാസം. അതാണ് ജീവൻ. ആത്മാവ് എന്നാൽ പടച്ച തമ്പുരാൻ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായി എടുത്തു പറഞ്ഞ പടച്ച തമ്പുരാൻ പ്രത്യേകമായി ദാനമായി ഓരോരുത്തർക്കും നൽകുന്ന ഒരു അഭൗമികമായ അസ്തിത്വമാണ്. ആ അഭൗമികമായ അസ്തിത്വം അല്ലെങ്കിൽ നമുക്ക് അഭൗമികം എന്ന് പറയുമ്പോൾ തന്നെ വിശദീകരണത്തിനപ്പുറത്താണ് എന്നാണ് എൻ്റെ അർത്ഥം. ആ അഭൗമികമായ അസ്തിത്വം ആണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അവന്റെ ശരീരത്തിന് പുറത്തുള്ള അവസ്ഥ ഒഴിച്ചു നിർത്തിയാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കട്ടെ, മരണം. മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മരിക്കുന്ന ആ നിമിഷത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് പോകുന്നു. ആത്മാവ് പുറത്തേക്ക് പോകുമ്പോഴും ശരീരത്തിൽ പല്ലിയുടെ വാലിനെ കൊണ്ട് സിദ്ദീഖ് സാഹിബ് നിരീക്ഷിച്ചതുപോലെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ജീവൻ ബാക്കി നിൽക്കുന്നുണ്ട്. ജീവൻ രണ്ട് ജീവനുള്ളത് കൊണ്ടല്ല, മറിച്ച് ജീവൻ എന്നതൊരു കോശപ്രതിഭാസമായത് കൊണ്ട് തന്നെ നമുക്കറിയാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അംഗങ്ങൾ, നമ്മുടെ ശരീരാവയവങ്ങൾ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം, കണ്ണ് ഉപയോഗപ്പെടുത്താം, അതേപോലെ തന്നെ ശരീരത്തിന്റെ മറ്റ് പല അവയവങ്ങളും ഉപയോഗപ്പെടുത്താം. എന്തുകൊണ്ടാണ് അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്? കണ്ണ് ആണെങ്കിൽ കണ്ണിന് 3 മുതൽ 4 വരെ മണിക്കൂർ നേരം ജീവനുണ്ടാകും. കണ്ണിലെ കോശങ്ങൾ മരിക്കില്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോയാലും എന്നർത്ഥം. ഇത് രണ്ടും ഒന്നാണ് എന്ന് ധരിച്ചതാണ് ബഹുമാന്യനായ സിദ്ദീഖ് സാഹിബിന് സംഭവിച്ച അപകടം. ഇവിടെ പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആൻ പറയുക ജീവൻ എന്നതൊരു പൊതുപ്രതിഭാസമാണ് എന്നും ആത്മാവ് പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ ദാനമാണ് എന്നുപാട്. അപ്പോ ഇത് രണ്ടും രണ്ട് പ്രതിഭാസങ്ങളാണ്. ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ജീവൻ ശരീരത്തിൽ നിലനിൽക്കുന്നത് എന്നതിൽ നിന്ന് ആ വസ്തുതയിൽ നിന്ന് തെറ്റിദ്ധരിച്ച ചിലരെല്ലാം ചിലപ്പോൾ ആത്മാവിനെയും ജീവനെയും ഒരു പദപരമായി പര്യായം എന്ന രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ആ ഉപയോഗത്തിൽ നിന്നായിരിക്കാം സിദ്ദീഖ് സാഹിബിനുണ്ടായ തെറ്റിദ്ധാരണ. എനിക്ക് അദ്ദേഹത്തോട് വിനീതമായി പറയാനുള്ളത്, കേവലമായ കലുഷമായ ചിന്തകൾക്കപ്പുറത്ത് ഭൗതികമായി ബുദ്ധിപരമായി കാര്യങ്ങളെ അപഗ്രഥിക്കുകയും മുൻധാരണകളുടെ മേമ്പൊടിയില്ലാതെ വിഷയങ്ങളെ പഠിക്കാൻ സന്നദ്ധമാവുകയും ചെയ്താൽ സൃഷ്ടികർത്താവിന് നിഷേധിക്കേണ്ട അവസ്ഥാവിശേഷം അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ്. നേരത്തെ സുഹൃത്ത് സിദ്ദീഖ് ചോദിച്ചപ്പോൾ അദ്ദേഹം ദൈവത്തിന് എന്തുകൊണ്ട് ഈ തേന് ഇങ്ങനെല്ലാം ആക്കാതെ തന്നെ നേർക്ക് നേരെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയാൽ പോരായിരുന്നോ എന്നുള്ള രൂപത്തിലുള്ളൊരു ചോദ്യം ഉണ്ടാവുകയുണ്ടായി. യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ ഓരോന്നിനും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ വളരെ കൃത്യമാണ്, വളരെ സൂക്ഷ്മമാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പടച്ചവന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, പടച്ചവന് തെങ്ങില്ലാത്ത തന്നെ തെന്നാലെ തേങ്ങ ഉണ്ടാക്കിക്കൂടായിരുന്നു? കോഴിയില്ലാത്ത തന്നെ മുട്ടയുണ്ടാക്കിക്കൂടായിരുന്നു? ഈ പ്രയാസമൊന്നുമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടൊന്നും കാര്യമില്ലാതെ തന്നെ നേർക്ക് നേരെ ഭക്ഷണം പദാർത്ഥം ശരീരത്തിൽ പോയി ആമാശയത്തിൽ പോയി ഇങ്ങനെ മാറി എന്നിട്ട് രക്തമായി ശരീരത്തിലെ പോഷകങ്ങളായി രക്തചംക്രമണം ചെയ്ത് ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടാതെ തന്നെ പടച്ചവനക്ക് നേരെ തന്നെ രക്തം നമുക്ക് കുടിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിക്കൂടായിരുന്നു? ഇങ്ങനെയെല്ലാം നമുക്ക് ചോദിക്കാവുന്നതാണ്.
പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിക്രമത്തിന്റെ ഭാഗമായി പല ജീവികളെയും ജന്തുക്കളെയും പ്രാണികളെയുമെല്ലാം അവരുടെ പാരസ്പര്യത്തിന്റെ ഭാഗമായി പടച്ചവൻ ഉപയോഗിച്ചതായി കാണാൻ കഴിയും. അത് പടച്ചവന്റെ സൃഷ്ടിക്രമത്തിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം തന്നെ സൂക്ഷ്മമാണ്, കൃത്യമാണ് എന്നുള്ള വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ ഉദാഹരണത്തിന് തേനീച്ചയുടെ കാര്യം തന്നെ എടുക്കുക. തേനീച്ച പൂവിൽ വന്ന് തേൻ കുടിക്കുന്നു. തേൻ കുടിക്കുന്നത് പൂവിന് ആവശ്യമുണ്ട്. പൂവിന് ആവശ്യമുണ്ട്. എന്തിനാണ്? അത് പരാഗണം നടക്കണം ഇതിലൂടെ. യഥാർത്ഥത്തിൽ സസ്യശാസ്ത്രജ്ഞന്റെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പഠനം നടത്തുന്ന ആളുടെ ഭാഷയിൽ പറഞ്ഞാൽ പരാഗരേണുക്കൾ ഒരു പുഷ്പത്തിൽ നിന്ന് ആൺപുഷ്പത്തിൽ നിന്ന് പെൺപുഷ്പത്തിൽ എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്ന തേനീച്ചക്ക് പൂവ് നൽകുന്ന സമ്മാനമാണ് തേൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തേനീച്ച അവിടെ എത്തിക്കുന്നു. പൂവിൽ നിന്ന് ഇത് വലിച്ചെടുക്കുന്ന തേനീച്ച ഈ തേൻ വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ പരാഗരേണുക്കളും അതിന്റെ ശരീരത്തിൽ പറ്റുന്നു. അത് അടുത്ത പൂവിലിരിക്കുമ്പോൾ ആ പരാഗരേണുക്കൾ അവിടെ പതിക്കുന്നു. അതുവഴി പരാഗണം നടക്കുന്നു. പരാഗണം നടക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഫലമായി കായ് ഉണ്ടാകുന്നു. അതവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭക്ഷണമായി തേൻ മാറുന്നു. അതോടൊപ്പം ഈ തേനിനെ മനുഷ്യർക്കും മറ്റു പല ജീവികൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേക ഒരു ചംക്രമണ വ്യവസ്ഥയനുസരിച്ച് തേനീച്ചയുടെ ശരീരത്തിൽ അത് തേനായി മാറുകയും ചെയ്യുന്നു. അവിടെയും തേനീച്ച തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ജീവശാസ്ത്രപരമായി അതൊരിക്കലും തന്നെ മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അതിന്റെ പ്രത്യുൽപാദനത്തിന് അതിനാവശ്യമായ കൂടിൽ മറ്റ് അതിന്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു തലത്തിലാണ് അതിന്റെ തേന്റെ ഉൽപാദനം. പക്ഷെ അത് മനുഷ്യന് ഉപകാരപ്രദമായി മാറുന്നു. ഇതെല്ലാം പടച്ചവന്റെ ഒരു സൃഷ്ടിഘടനയുടെ വളരെ സമർത്ഥമായ പാരസ്പര്യമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ പാരസ്പര്യം പോലും അത്ഭുതകരമാണ്. ഇത് ഓരോന്നും അത്ഭുതകരമാണ്. പൂവാണോ തേനീച്ചയാണോ ഈ പരാഗണത്തിനുള്ള കാര്യങ്ങളാണോ മനുഷ്യനാണോ ഇങ്ങനെ എന്താണ് ആദ്യം ഉണ്ടായതെന്നെല്ലാം ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാത്ത വിധം അത്രയും വളരെ 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 സൂക്ഷ്മമായിട്ടാണ് അവയെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത് പടച്ച തമ്പുരാൻ ഈ സൃഷ്ടിഘടനയിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ക്രമം വളരെ സൂക്ഷ്മമാണ് എന്നുള്ള വസ്തുത തന്നെയാണ് ഇക്കാര്യവും വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ബഹുമാന്യ സുഹൃത്ത് നേരത്തെ പറഞ്ഞത് വേറെ എവിടെയോ വെച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ല എന്നല്ല പാട്. അദ്ദേഹത്തിന് തീർച്ചയായും അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതേപോലെ ഉത്തരം പറയുമ്പോൾ അത് അദ്ദേഹത്തിന് തൃപ്തികരമാകണം എന്ന് നമുക്കൊരിക്കലും തന്നെ വാശി പിടിക്കാൻ കഴിയില്ല. നമുക്കറിയാവുന്ന ഇസ്ലാമികമായ തലത്തിൽ നിന്നുകൊണ്ട് ഉള്ള ഉത്തരങ്ങൾ പറയാനേ കഴിയൂ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് അത് തൃപ്തികരമായി കൊള്ളണമെന്നില്ല. ഇവിടെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഇസ്ലാമികമായ തലത്തിൽ നിന്ന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഷഫീർ. എന്നോട് പല ഇസ്ലാമികരല്ലാത്ത സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് വളരെ തൃപ്തികരമായ രീതിയിലൊരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചോദ്യം: ഖുർആൻ ദൈവിക സൃഷ്ടിയാണെങ്കിൽ ഖുർആനിൽ പറയുന്നത്, ഖുർആൻ തന്നെ പറയുന്നു 1,00,000-ൽ പരം പ്രവാചകന്മാർ ഇവിടെ മനുഷ്യ സമുദായത്തിനായി വന്നിട്ടുണ്ട് എന്ന്. 25 പേരോളമാണ് ഖുർആനിൽ പറയുന്നത്. എന്നാൽ ഈ പറയുന്നവരെല്ലാം തന്നെ അറേബ്യൻ ഉപഭൂഖണ്ഡങ്ങളിലോ അതിനോ സമീപത്തോ ഉള്ള ആൾക്കാരെ കുറിച്ചാണ് ഖുർആനിലും ഉള്ള സൂചനകൾ. എന്തുകൊണ്ട് ഖുർആൻ മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഖുർആൻ എന്തുകൊണ്ട് മറ്റു സമുദായങ്ങളെ കുറിച്ച് അതല്ലെങ്കിൽ മറ്റു പുറമെയുള്ള മനുഷ്യരെ കുറിച്ച്, മറ്റു സമുദായങ്ങൾ, മറ്റു രാജ്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ഖുർആനിൽ വന്നില്ല? മറ്റു ചോദ്യം: ഖുർആൻ പറയുന്ന അതേ പ്രവാചകന്മാർ തന്നെ മറ്റു സമുദായങ്ങളിൽ, അതായത് ക്രിസ്ത്യൻ ബൈബിളിലും
തൗറാത്തിലുമൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ് ഖുർആനും പറയുന്നത് എന്നതുകൊണ്ട് അവർ പറയുന്ന ചോദ്യം, ഖുർആൻ ഒരു മനുഷ്യ സൃഷ്ടിയും മുഹമ്മദിന്റെ ഒരു സൃഷ്ടിയുമാണ്, അതുകൊണ്ടാണ് മുൻ കഥകൾ മാത്രമായി ഖുർആനിൽ വന്നിട്ടുള്ളത്. ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഖുർആൻ അതെല്ലാം വളരെ സംക്ഷിപ്തമായി പറയുമായിരുന്നു എന്നാണ് ചോദ്യം. പരിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ടാണ് മുഴുവൻ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും പേര് പറയാതിരുന്നത്? തൗറാത്തിലും ബൈബിളിലുമെല്ലാമുള്ള പ്രവാചകന്മാരുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ അത് ഖുർആൻ മനുഷ്യ സൃഷ്ടിയാണ് എന്ന് വ്യക്തമാക്കുന്നില്ലേ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ദൗത്യത്തെയോ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശത്തെയോ പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്ന രീതിയെയോ കുറിച്ച് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. ഒന്നാമതായി, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശം ആദ്യ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ആളുകൾക്ക് മുഴുവനും സ്വീകരിക്കേണ്ട ആദർശമാണ്. അതാണ് ഇസ്ലാം എന്ന ആദർശം. ഈ ഇസ്ലാം എന്ന ആദർശത്തിൽ പ്രവാചകന്മാർ ചെയ്യുന്ന പണി, ആ പ്രവാചകന്മാർ ഈ ആദർശം ആളുകൾക്ക് പഠിപ്പിക്കുക എന്ന പണി മാത്രമാണ്. ഈ ആദർശമാണ് പ്രധാനം. പ്രവാചകന്മാർ ലോകത്ത് ഏത് വശത്തുള്ള ആളുകളാണെങ്കിലും അവരെല്ലാം പ്രബോധനം ചെയ്ത ആദർശം സട്ടാവും സംരക്ഷകനുമായ പടച്ചവനെ മാത്രം ആരാധിക്കുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മനുഷ്യർ ജീവിക്കുകയും ചെയ്യണമെന്ന ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഈ ആദർശവുമായി കടന്നു വന്ന പ്രവാചകന്മാരെ കുറിച്ച് മൊത്തത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹാ നദീർ. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രബോധകന്റെ, ഒരു മുന്നറിയിപ്പുകാരന്റെ, ഒരു പ്രവാചകന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനം. അപ്പൊ ലോകത്തെല്ലായിടത്തേക്കും എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പ്രവാചകന്മാരുടെ പേരുകൾക്ക് കാര്യമാത്ര പ്രസക്തമായ പ്രസക്തിയുണ്ടോ? പേരുകൾക്ക് ഇല്ല എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആന്റെ വീക്ഷണം. എന്തുകൊണ്ടെന്നാൽ പ്രവാചകന്മാർ എന്തു പഠിപ്പിച്ചോ അതിനാണ് പ്രസക്തി. അപ്പൊ അങ്ങനെയാകുമ്പോ പിന്നെ എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ കേവലം 25 പ്രവാചകന്മാരുടെ പേര് മാത്രം പറഞ്ഞത്? അതിൽ തന്നെ പഴയ നിയമത്തിലുള്ള അല്ലെങ്കിൽ ബൈബിളിലുള്ള തൗറാത്തിലുള്ള പ്രവാചകന്മാരുടെ പേരുകളാണ് താനും. അതൊരു അബദ്ധമാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ ബൈബിൾ മുഴുവനും പരിധിയാലും ലഭിക്കാത്ത ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആൻ പറഞ്ഞു പോകുന്നുണ്ട്. ഖുർആൻ ചരിത്രം പറയുന്ന സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയാത്ത പ്രവാചകനാണ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയാത്ത പ്രവാചകനാണ്. ഇങ്ങനെ പല പ്രവാചകന്മാരുടെയും പേര് ബൈബിളിൽ ഇല്ലാത്ത മറ്റു വേദഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയാത്ത പ്രവാചകന്മാരുടെ പേരുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചില പ്രത്യേക പ്രവാചകന്മാരെ കുറിച്ച് മാത്രം പറയുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഖുർആൻ പറയുന്ന രീതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, ബൈബിൾ 1-ാം തീയതി മുതൽക്കുമുള്ള വർത്തമാനം പറയാൻ തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പിന്നെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ സൃഷ്ടിക്രമത്തെ വിശദീകരിച്ചുകൊണ്ടാണ്. 1-ാം തീയതി മുതൽക്ക് ഇങ്ങനെ വന്ന് ആദമുണ്ടായി, പിന്നെ നോഹയുണ്ടായി എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. പരിശുദ്ധ ഖുർആനിന്റെ ശൈലി അതല്ലേ അല്ല. ഖുർആനിൽ ചരിത്രം പറയാൻ വേണ്ടി ചരിത്രം പറയുന്നേയില്ല. പറയുന്ന ചരിത്രം തന്നെ പൂർണ്ണമായി പറയുന്നുമില്ല ഖുർആൻ. ഖുർആനിന്റെ ശൈലിയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക ഒരു പ്രഭാഷകന്റെ ശൈലിയാണ് ഖുർആനിൻ്റെത് എന്നാണ്. ഒരു പ്രസംഗകൻ
അദ്ദേഹം ഒരു വിഷയം അവതരിപ്പിക്കുന്നു. ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ ചരിത്രത്തിൽ നിന്നുള്ള കുറേ ഭാഗങ്ങൾ എടുത്തുദ്ധരിക്കുന്നു, അദ്ദേഹത്തിന് ആവശ്യമായ ശാസ്ത്രീയമായ കുറേ ഭാഗങ്ങൾ എടുത്തുദ്ധരിക്കുന്നു, അദ്ദേഹത്തിന് ആവശ്യമായ ധർമ്മശാസ്ത്രപരമായ ചില ഉപദേശങ്ങൾ പറയുന്നു. ഇതല്ല എന്തിനാ? ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് ആ വിഷയം അവതരിപ്പിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല എന്ന ചോദ്യത്തിന്, ചില പ്രത്യേക പ്രവാചകന്മാരുടെ പേര് മാത്രം പറഞ്ഞു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്നോടാണെങ്കിൽ എൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ടൊരു പ്രത്യേക വിഷയം അവതരിപ്പിച്ചപ്പോൾ മൂസാ നബിയെയും ഈസാ നബിയെയും കുറിച്ച് മാത്രം പറഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ചിലപ്പോൾ വിഷയവുമായി പ്രസക്തമായ ആളുകൾ മൂസാ നബിയും ഈസാ നബിയും ആയതുകൊണ്ട് അക്കാര്യം പറഞ്ഞു എന്നതാണ്. അതിന്റെ അർത്ഥം മറ്റു പ്രവാചകന്മാരെ ഞാൻ പരിഗണിക്കുന്നില്ല എന്നല്ല. ഇതേപോലെ പരിശുദ്ധ ഖുർആൻ ഒരു പ്രഭാഷകന്റെ ശൈലിയിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന